ഈ വലിയ ആഴ്ചയിൽ ഈശോയുടെ പീഡാനുഭവങ്ങൾ ധ്യാനിച്ചുകൊണ്ട് കടന്നു പോകുന്നവരുടെ ഇടയിലേക്ക് ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും പ്രസക്തിയെക്കുറിച്ച് ഇന്ന് നമ്മളോട് പങ്കുവയ്ക്കുന്നത് മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ ഇടുക്കി ഭദ്രാസനത്തിൻ്റെ അധിപനായ, അതോടൊപ്പം തന്നെ തൂത്തൂട്ടി ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറും കൂടിയായ സക്കറിയാസ് മോർ ഫിലിസിനോസ് മെത്രോപ്പൊലിത്തയാണ്. പിതാവിനെ ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ടും സ്വാഗതം ചെയ്യാം. തിരുമേനി ഈശോമിശിഹായ്ക്ക്. പ്രത്യേകിച്ച് നമ്മളിന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തെയൊക്കെ ഒന്ന് ധ്യാനിക്കുക എന്നുള്ളതാണ്, ഈ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി. അങ്ങനെ കടന്നു പോകുമ്പോൾ തിരുമേനിയുടെ ഒരു ബാല്യകാലത്തിലെ ദുഃഖവെള്ളിയാഴ്ചകൾ എങ്ങനെയായിരുന്നു പങ്ക്? പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു സഭാ പശ്ചാത്തലത്തിൽ യാക്കോബായ സുറിയാനി സഭ ഒരു സുറിയാനി പാരമ്പര്യമുള്ള സഭ എന്ന നിലയിൽ ആരാധനകൾക്കൊരു പ്രത്യേകതയുള്ള സുദീർഘമായ ആരാധനകളാണ്. ഇപ്പം 40 ദിവസം തുടർച്ചയായിട്ടുള്ള നോമ്പ്, അതിനുശേഷം 10 ദിവസത്തെ പീഡാനുഭവം എന്നുള്ള നിലയിൽ കർശനമായ നോമ്പുകൾ പാലിക്കണമെന്ന് മാതാപിതാക്കന്മാർ കർശനമായി ഒരു നിബന്ധനയുള്ള വീടുകളാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നോമ്പ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഭക്ഷണം വർജിക്കുക, അതോടൊപ്പം തന്നെ ഉച്ചവരെയൊക്കെ ഉപവാസം, ഇതൊക്കെ ഒരു നിഷ്ഠയായി പോകുന്ന കുടുംബങ്ങളാണ് കൂടുതലുള്ളത്. ഈ സുറിയാനി പാരമ്പര്യത്തിലുള്ള കുടുംബങ്ങളിൽ, ഓർത്തഡോക്സ് പാരമ്പര്യമുള്ള കുടുംബങ്ങളിൽ ഇത് വളരെയൊക്കെ കർശനമാണ്. അതുകൊണ്ട് തന്നെ അത് ആരംഭിക്കുന്ന നിമിഷം മുതൽ പ്രത്യേക പ്രാർത്ഥനകളുണ്ട്. അതൊക്കെ വീടുകളിൽ പ്രത്യേകം ചൊല്ലുകയും ഒക്കെ ചെയ്തു പോകുന്നു. ഈ ദുഃഖവെള്ളിയുടെ ദിവസങ്ങളിലേക്കും അല്ലെ പീഡാനുഭവത്തിൻ്റെ ദിവസങ്ങളിലേക്കും വരുമ്പോൾ ഇതൊരു പ്രത്യേക ആരാധനകളും പ്രത്യേകം പ്രാർത്ഥനയായതുകൊണ്ട് മാതാപിതാക്കന്മാർ നിഷ്കർഷയൊക്കെ ഉണ്ട്. കുമ്പിടിയിലും പ്രാർത്ഥനയും ഇതൊരു വ്യത്യസ്തമായ അനുഭവം. അതുകൊണ്ട് ഒരു പ്രത്യേക അനുഭവം തീർച്ചയായിട്ടും ഉണ്ട്. ദുഃഖവെള്ളി എന്നൊക്കെ പറഞ്ഞാൽ രാവിലെ മുതൽ ഭക്ഷണമൊന്നും കഴിക്കാതെ, മാതാപിതാക്കന്മാർ അങ്ങനെയാണ് പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഭക്ഷണമൊന്നും കഴിക്കാതെ വൈകുന്നേരം വരെ നിൽക്കണം. വൈകുന്നേരം നിൽക്കുമ്പോഴാണ് കഞ്ഞി കിട്ടുന്നത്. അപ്പം ഈ സുറിയാനി പാരമ്പര്യത്തിൽ ഈ കഞ്ഞി കുടിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം. എന്നാൽ ഈ ഉപരിപ്ലവമായ ഇത്തരം കാര്യങ്ങൾ ആത്മീയമായി തന്നെ നമ്മളെ ചെറുപ്പത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. കുമ്പിടുക, പാട്ടുകൾ പാടുക, ആ ട്യൂണിലുള്ള പാട്ടുകളൊക്കെ പാടുക, അതുപോലെ ഓശാനയൊക്കെ ആണെങ്കിൽ പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് കൊടുക്കുക, ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ വലിയൊരു പുണ്യമായിട്ടാണ് ചെയ്യുന്നത്. പൂക്കളൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ, അന്ന് ഈ പൂക്കളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് വീടുകളിലൊക്കെ പോയി പറിച്ച് കൊണ്ടുപോയി കുരുത്തോലകൾ പോയി വെട്ടി ഉണ്ടാക്കി ക്രമീകരിച്ച് കൊടുക്കുക, ഇതിലൊക്കെ ഒരു സന്തോഷം. അതിനപ്പുറത്ത് സുവിശേഷത്തിൻ്റെ ആഴങ്ങളിലേക്കൊന്നും നമ്മുടെ ബാല്യകാലങ്ങളിലൊന്നും നമ്മൾ കടന്നു. പിന്നെ കർത്താവ് പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ദിവസങ്ങളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന വൈകാരികമായ ഒരു അനുഭവം, അതൊക്കെ കഴിഞ്ഞ് ഈസ്റ്റർ കഴിയുമ്പോഴേക്കും കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, അതൊക്കെ സുദീർഘം. വെളുപ്പാങ്കാലത്തൊക്കെ ആയിരുന്നു, 2 മണിക്ക് വേണം അന്ന് പള്ളിയിൽ പോകാൻ. അപ്പോൾ ഏകദേശം ഒരു 12:30 1 മണിയാകുമ്പോൾ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി ഒരു 1/4 മണിക്കൂർ പള്ളിയിലേക്ക് നടക്കുക. അപ്പോൾ ആ ഒരാഴ്ച എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു വലിയൊരു നിഷ്ഠയുടെ ദിവസങ്ങളാണ്. മാതാപിതാക്കന്മാരും ഒക്കെ അതിനകത്ത് വളരെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് നമ്മളതൊരു അനുഭവമായി തന്നെ കണക്കാക്കാനും, എന്നാൽ ഒരു യേശു അനുഭവമൊന്നും എനിക്ക് കൊച്ചു പ്രായത്തിൽ അങ്ങനെ ഇല്ല. നമ്മൾ കേൾക്കുന്ന മറ്റുള്ളവർ കാണിക്കുന്നതൊക്കെ കാണുന്നു, ചെയ്യുന്നു, അതൊരു വലിയ സംഭവമായിട്ടാണ് കാണുന്നത്. മറ്റുള്ളവരൊക്കെ ചെയ്യുന്നതും കാണിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ട് ഭക്തിപൂർവ്വം ചെയ്ത് ഉള്ളിലൊരു തീ, മാമോദീസായിലൂടെ കിട്ടിയിട്ടുള്ള ആ തീ, അതിങ്ങനെ വീണ്ടും ജ്വലിക്കുന്നു, കുറയുന്നു എന്ന നിലയിലാണ് അതായത്. പക്ഷേ പിന്നീടുള്ള ഇന്നത്തെ ഒരു ജീവിതത്തിലേക്ക് വന്നപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ബാല്യകാലങ്ങൾ കിട്ടിയ ആ നിഷ്ഠകൾ അല്ലെങ്കിൽ ആ സ്ട്രിക്ട്നെസ്, അതെല്ലാം നമ്മുടെ ഒരു ഫൗണ്ടേഷനായിട്ട് ഇപ്പോൾ കിടന്നു. ഇന്നത്തെ കുട്ടികൾക്ക് പലപ്പോഴും ലഭിക്കാതെ പോകുന്നതും അന്നത്തെ കുട്ടികൾക്ക് ലഭിച്ചതുമായ ഒരു ഫൗണ്ടേഷൻ, സഭയുടെ ആരാധനയുടെയും പാരമ്പര്യങ്ങളുടെയും ഒരു ഫൗണ്ടേഷൻ നമ്മുടെ സുവിശേഷ ജീവിതത്തെ വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് ബാല്യകാലങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ തിരുമേനി, ഞാൻ കേട്ടിട്ടുണ്ട് തിരുമേനിയുടെ അപ്പൻ അങ്ങയുടെ ചെറുപ്പത്തിൽ വെടിയേറ്റ് മരിച്ചതാണ്. അതിൻ്റെ ഒരു നൊമ്പരങ്ങളുമായി ഒരു വലിയൊരു ദുഃഖവെള്ളി അങ്ങയുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്.
തൻ്റെ പൗരോഹിത്യത്തിൻ്റെ വിളിയൊക്കെ ഇതിൻ്റെ പിന്നിൽ ഒത്തിരിയേറെ ഒരു അനുഭവങ്ങളുണ്ടെന്ന് പറയാം. അതൊന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന്. തീർച്ചയായിട്ടും എൻ്റെ ജീവിതം വളരെ എന്താ പറയുന്ന ഒരു ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചു എന്ന് ഉള്ളത് വ്യക്തമാക്കുന്ന രീതിയിലുള്ളതായിരുന്നു എൻ്റെ ചെറുപ്പം കാലം മുതലുമുള്ള എൻ്റെ ഒരു ജീവിതം. വളരെ നന്നേ ബാല്യത്തിൽ തന്നെ തൊട്ടിയിൽ നിന്ന് താഴെ പോയ നാക്ക് രണ്ടായിട്ട് കീറി. അത് കുത്തിക്കെട്ടി ശരിയാക്കി ഡോക്ടർ തന്നെ പറഞ്ഞിരുന്നു കൊഞ്ഞ വരും, കാരണം നാക്ക് തടിച്ചു പോകാൻ സാധിക്കും. പക്ഷേ പിൽക്കാലത്ത് എൻ്റെ അമ്മ ഒത്തിരി നേർച്ച കാഴ്ചകളും വഴിപാടുകളും ഒക്കെ അമ്മയുടെ കയ്യിൽ നിന്ന് വീഴ്ചയായതുകൊണ്ട് നടത്തിയിട്ടുണ്ട്. ഞാൻ വളർന്നു വന്നപ്പോൾ എൻ്റെ നാവ് ഒരു കുഴപ്പമുണ്ടായില്ല. അതൊരു വലിയ കാര്യമാണ്. പിന്നീടുള്ള ബാല്യകാലം എന്ന് പറയുന്നത്, ഞാൻ ജനിച്ചു വളർന്നത് കുമരകത്താണെങ്കിലും വളർന്നത് 3 വയസ്സ് തൊട്ട് വളർന്നത് മീനടം എന്ന് പറയുന്ന പാമ്പാടി മീനടം സ്ഥലമാണ്. അവിടെ അന്നത്തെ കാലത്ത്, ഇന്ന് കാലമൊക്കെ മാറി, അന്നത്തെ കാലത്ത് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ ഇടയിലാണ്. എൻ്റെ പിതാവിനൊരു ജോലിയൊക്കെ ഉണ്ട്, പോലീസിലാണ്. അതുകൊണ്ട് ആ ദരിദ്രരായ ആളുകളുടെ ഇടയിൽ കുറച്ച് മെച്ചപ്പെട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നതെങ്കിലും കറണ്ടില്ല, വണ്ടിയില്ല, ബസ്സുകളില്ല. അങ്ങനെയൊക്കെയുള്ള നടന്ന് കിലോമീറ്ററുകൾ നടന്ന്, കൊച്ചു പ്രായം തൊട്ട് തന്നെ പള്ളിയിൽ പോകണമെങ്കിൽ 2.5-3 കിലോമീറ്റർ നടക്കണം. കുറേയൊക്കെ മാതാപിതാക്കന്മാർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നടന്നാലേ ഇത് പോകാൻ പറ്റും. എങ്കിലും ഈ അവരുടെയൊക്കെ ഒരു ആഗ്രഹം കൊണ്ട് പള്ളിയിലൊക്കെ പോയി. എന്നാൽ നമുക്ക് ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു ചെറിയ സമയം തൊട്ട് ഞാനൊത്തിരി ക്രിട്ടിക്കലായിട്ട് എല്ലാ കാര്യത്തെയും വീക്ഷിക്കുന്ന ഒരാളാണ്, അന്നും ഇന്നും. അങ്ങനെ ചിന്തിക്കുന്ന ഒരു മൈൻഡ് സെറ്റിങ്ങിന്. അപ്പോൾ ഞാൻ എല്ലാത്തിനെയും ഒരു ക്രിട്ടിക്കൽ വീക്ഷണം നടത്തുന്ന ഒരാളായതുകൊണ്ട് പൊതുസമൂഹത്തിലെ പാവങ്ങളോട് കരുണയുണ്ടാവണം, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണം, അങ്ങനെയുള്ള സംഘടനകളിൽ പ്രവർത്തിക്കണം. അതൊക്കെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ, അവരോടൊക്കെയുള്ള ഭയങ്കര സ്നേഹവും കനിവും നമുക്കുള്ളതൊക്കെ അവർക്കൊക്കെ പങ്കുവെക്കുന്നൊരു സന്തോഷമായിരുന്നു. എന്നാൽ ദേവാലയ സംബന്ധമായ കാര്യങ്ങളിൽ നിന്ന് എനിക്ക് താല്പര്യം തീരെ അങ്ങ് കുറഞ്ഞൊരു കാലഘട്ടം. ഒരു 7ാം ക്ലാസ് തൊട്ട് പതുക്കെ 8, 9, 10 ഒക്കെ, 10ലൊക്കെ ഞാൻ പള്ളിയിൽ മുമ്പ് പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ദൈവത്തോട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചർച്ചുമായിട്ട് കൗമാരത്തിൻ്റെ ചർച്ചുമായിട്ടുള്ള ബന്ധം കുറച്ച് കുറഞ്ഞു. +2 വന്നപ്പോഴേക്കും അത് കുറച്ചുകൂടെ കുറഞ്ഞു. പിന്നെ അൾത്താരപാലനായിരുന്നു. അവിടുന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി കൂട്ടുകാരൊക്കെ ആയി, കൂട്ടുകൂടുന്നു. അങ്ങനെ ഒരു ലൈഫായിരുന്നു തന്നെ. അപ്പോഴാണ് എൻ്റെ പിതാവിൻ്റെ ആകസ്മികമായ മരണം. അതെന്നെ, എൻ്റെ പിതാവ് ഭയങ്കര ഒരു വിശ്വാസിയാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു നല്ല നീതിമാനായ ഒരു മനുഷ്യനായി ഞാൻ അദ്ദേഹത്തെ കാണുന്നു. കൈക്കൂലി വാങ്ങിക്കാറില്ല. അത്തരം ഒരു കാര്യങ്ങളും അനീതിപരമായി ഉണ്ടാവരുത് നമ്മുടെ വീട്ടിൽ നിന്ന് നിഷ്കർഷിക്കുന്ന, അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു പോലീസുകാരനാണെങ്കിലും കർഷകൻ കൂടിയായിരുന്നു. തൂമ്പ എടുത്ത് കിളയ്ക്കുകയും പണിയുകയും ഒരു സാധാരണ മനുഷ്യൻ. അസാധാരണമായതൊന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നത് സാധാരണക്കാരനായ ഒരു മനുഷ്യനായി. അപ്പോൾ അദ്ദേഹം എപ്പോഴും എന്നോട് പറയുമായിരുന്നു, നീ ഒരച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു അച്ഛനെന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥാനമാണ്. അപ്പോൾ എന്നോട് പറയും, അച്ഛനാകുമ്പോൾ നീ ശ്രദ്ധിക്കണം, നീ അച്ഛനായി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായി ഒരു ജോലിയും കൂടെ നീ സമ്പാദിക്കും, സ്കൂൾ ടീച്ചറോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്തിനാ? ഞാൻ പറഞ്ഞു, നീ അധ്വാനിച്ച പണം കൊണ്ട് നീ ജീവിക്കും. സഭയുടെ പൊതുസമൂഹത്തിൻ്റെ ഒരു പണവും നീ എന്ത് ചെയ്യരുത്, ആർജിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യും. ഒരു പക്ഷേ എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും പരിശുദ്ധമായ ഉപദേശമായി ഞാൻ ഇന്ന് നെഞ്ചോട് ചേർത്ത് വെക്കുന്നത് ഈ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്കും എൻ്റെ പൗരോഹിത്യത്തിൻ്റെ വളർച്ചയ്ക്കും എല്ലാം കാരണമായി തീർന്ന പിതാവിൻ്റെ ഉപദേശം. പിന്നെ മാത്രമല്ല, പിതാവിനും എന്നോട് ഭയങ്കര സ്നേഹമായി. എനിക്കും അതുപോലെ. എന്നെ ഒന്നും അങ്ങനെ ശിക്ഷിക്കുകയോ, അങ്ങനെ ശിക്ഷിക്കാറൊന്നും, ശിക്ഷിക്കാത്ത അപ്പൻ എന്നൊക്കെ പറയുന്ന ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റിൽ ഏറ്റവും കൂടുതൽ എൻ്റെ പിതാവ് അങ്ങനെ ആയിരുന്നു. പെട്ടെന്നുള്ള ഈ വിയോഗം എന്നെ വല്ലാതെ തളർത്തി. അതെന്ത് പറ്റിയായിരുന്നു? അത് ഒരു കള്ളനോട്ട് പ്രതിയെ പിടിക്കുന്ന സമയത്ത് അദ്ദേഹം അങ്ങനെ വെടിയേറ്റാണ് മരിച്ചത്. ചെടനാട് എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിൽ വെച്ച്. കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ്. ഇതുണ്ടായതുകൊണ്ട് പിന്നീട് ഉള്ള ദിവസങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചൊരു സങ്കടകരമായ ദിവസം. പിതാവ് മരിച്ചതോടുകൂടി വീടിൻ്റെ എല്ലാ അത്താണിയും നിന്നുപോയി. പക്ഷേ നമ്മുടെ പോലീസ് വകുപ്പ് ഒത്തിരി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയാൻ പറ്റുന്ന ഒത്തിരി പേര് അന്നത്തെ കാലത്ത് ഉണ്ട്. ഇപ്പോഴത്തെ ശ്രീലേഖ IPS അന്നേരമാണ് ആദ്യമായിട്ട് കോട്ടയത്ത് ആണ് ചാർജ് എടുക്കുന്നത്. അവരൊക്കെ വന്ന് എന്തുമാത്രം നമ്മളെ ആശ്വസിപ്പിക്കുകയും സമാധാനപ്പെടുത്തുകയൊക്കെ ചെയ്ത് ഞാനിന്ന് ഓർക്കും. ഉച്ചായിരുന്നു
അപ്പം അങ്ങനെയെല്ലാം ആ കാലം പിന്നിട്ടു. പിതാവിൻ്റെ മരണം കഴിഞ്ഞതോടുകൂടി പിതാവിൻ്റെ ഉള്ളിലെ സ്വപ്നമാണ് എൻ്റെ പുരോഹിതനാകാൻ ആഗ്രഹമായിട്ട്. അപ്പം അതിന് മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ ഈ പിതാവിൻ്റെ മരണത്തോടുകൂടി സ്നേഹിക്കുന്ന ഒരാൾ വേർപെട്ടപ്പം എനിക്കൊരു പ്രതികാര ചിന്തയായിരുന്നു. കൗമാരക്കാരായാണ്. അതെ. ഇയാളെ കണ്ടുമുട്ടിയാൽ ഇയാളെ എന്തെങ്കിലും ചെയ്യണം, കൊല്ലണം എന്നൊക്കെയുള്ള ചിന്തയാണ് എന്നെ കൂടുതലും. അപ്പം ഞാനതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത് സത്യത്തിൽ ഇതെല്ലാം എഴുതി വെക്കുവാൻ. അപ്പോൾ ഇയാളെ കൊല്ലണം എന്നൊക്കെ ഞാനിങ്ങനെ എഴുതി വെക്കും. പക്ഷേ ഞാനറിയാതെ എൻ്റെ വീട്ടുകാരിത് കാണുന്നുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താ, ഞാനിത് റിയലി ചെയ്യാൻ പോകും എന്നുള്ളൊരു ചിന്ത കൊണ്ട് സംഭവിച്ചത്, അന്ന് ഈ മരിച്ചു ഡ്യൂട്ടിക്കിടയിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനായിരുന്നു അവിടെ എൻ്റെ വീട്ടിൽ കൂടുതൽ വിദ്യാഭ്യാസം ഉള്ള ആൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ന്യായമായ രീതിയിൽ ഒരു നല്ല ജോലി കിട്ടിയാൽ നല്ല ഒരു ലെവലിൽ ഇറങ്ങാം. എൻ്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ ഇപ്പം DYSPമാരൊക്കെ ഉണ്ട് ഇവിടെ അടുത്തൊക്കെ. അപ്പോൾ ആ ലെവലിലും SP DYSP ഒക്കെ ആയിട്ടും. അപ്പം എൻ്റെ കൂടെയുള്ള പലരും അത് ഉപദേശിച്ചു എന്നോട്, നീ ഇങ്ങനെ ഒന്ന് ശ്രമിക്കുക, നിനക്കല്ലേ വിദ്യാഭ്യാസം. അപ്പോൾ എൻ്റെ വീട്ടുകാരെല്ലാം കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, ഇവനിങ്ങനെ ഒരു മനസ്സിലിങ്ങനെ ഒരു ചിന്തയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇത് ചെയ്യാം. അപ്പോൾ എൻ്റെ സഹോദരനോട് പറഞ്ഞു, നമുക്ക് നീ വിദ്യാഭ്യാസം ചെയ്യുന്നു, എനിക്ക് ഈ ജോലി ചെയ്ത് ജീവിക്കാനായിട്ട് എനിക്കൊരു ജോലിയൊക്കെ അറിയാം. നമ്മുടെ ഒരു സഹോദരനുണ്ട്, അവനങ്ങനെ വലിയ പഠിക്കാനായിട്ടുള്ള കഴിവില്ല, മറ്റ് കഴിവുകളും അത്ര വലിയ പെർഫോം ചെയ്യുന്ന ആളല്ല, നമുക്ക് ഈ ജോലി അവന് കൊടുക്കും. അപ്പോൾ ഞാനത് വളരെ സന്തോഷത്തോടു കൂടി നമ്മളൊരു ത്യാഗം നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു കാര്യം എന്നൊക്കെയാണ് ആരും ചെയ്യലെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാനത് ഞങ്ങൾ രണ്ടുപേരും കൂടി എഴുതി കൊടുത്ത് അതങ്ങനെ അങ്ങനെ കൊടുത്ത് ജോലിക്ക് റിട്ടയർഡായി. അതിനുശേഷമാണ് ഞാൻ ഒരു കരിസ്മാറ്റിക് ധ്യാനം കൂടുന്നത്. ഇപ്പം ഇത് ഈ മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോഴത്തേനും ദൈവഭക്തിയിലും ഒക്കെ ഉണ്ടെങ്കിലും പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഈ ഒരു ബുദ്ധിമുട്ട് കിടക്കും. യുവത്വത്തിൽ ടീനേജ് ഡിഗ്രി പ്രായത്തിൽ. അപ്പം മനസ്സിലെന്താണ് അതാണ് ഈ വെറുപ്പും വിദ്വേഷവും ഉള്ളിൽ കിടന്നാൽ നമുക്ക് കരിസ്മാറ്റിക് ധ്യാനങ്ങളുടെയൊക്കെ മെയിൻ കണ്ടന്റ് അതാണ്, ക്ഷമിക്കണം. ഇന്നിപ്പോൾ നമ്മൾ ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ കാരണം ഇതാണ്, ഞാൻ ഈ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പോകുന്നു. ചെറിയൊരു കാര്യം വന്നാൽ പോലും ഞാൻ പെട്ടെന്ന് പ്രകോപിതനാണ്. അതെനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. അപ്പനെക്കുറിച്ചോ വല്ലതും നമ്മളോട് വല്ലതും പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഞാനങ്ങ് സങ്കടപ്പെട്ടു പോകും, ഒറ്റയ്ക്ക് പോയിരുന്ന് കരയും, ഒന്നും ആരും കാണുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പ്രകോപിതനാണ്. അപ്പനെ വിളിക്കുകയോ അപ്പനെ പരാമർശിക്കുകയോ ചെയ്താൽ ഞാൻ പ്രകോപിതനാണ്. എന്തായാലും രണ്ടും സ്റ്റേബിളായ കാര്യങ്ങളല്ല ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇമോഷണലായി പോകും, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു എക്സ്ട്രീമിലേക്ക്. അങ്ങനെയൊക്കെ ജീവിക്കുമ്പോഴാണ് ഈ കരിസ്മാറ്റിക് ധ്യാനം. ഇന്ന് കരിസ്മാറ്റിക് ഒത്തിരി വിമർശിക്കപ്പെടുന്നു. പക്ഷെ അത് വിമർശിക്കപ്പെടുമ്പോഴും ഓർക്കണം, അത് ആ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന നന്മകളെക്കുറിച്ച് നമ്മൾ ഓർക്കണം. ലക്ഷക്കണക്കിന് ആളുകൾ, 1,00,000 പേര്, കോട്ടയത്തൊക്കെ 1,00,000 പേരാണ് പങ്കെടുത്തത്. വലിയ പ്രോഗ്രാമാണ്. അപ്പം ഞാനവിടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോയതല്ല. അതാ ഞാനൊരു കാത്തലിക്കല്ല, കാത്തലിക് ചർച്ചിൻ്റെ ഒരു പ്രോഗ്രാമാണ്. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഇതിനിങ്ങനെ പ്രത്യേകതകളുള്ള ധ്യാനമാണ്. അപ്പം ഞാനതിൽ ഒരു ദിവസം കോളേജിലേക്ക് പോയി. കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തോന്നുന്നു എന്നാൽ തിരിച്ചു പോയേക്കാന്ന് ഓർത്ത് തിരിച്ചിങ്ങനെ പോരുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ. ഞാനവിടെ നിൽക്കാൻ കാരണം, ഇന്ന് പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നു, അതല്ല എന്നെ ആകർഷിക്കുക. എൻ്റെ പ്രശ്നം ഇത്രയും പേരുടെ നടുക്കൂടെ എനിക്ക് ബസ് സ്റ്റാൻഡിൽ ചെല്ലാനായിട്ട്, ഇത്രയും പേരുടെ മുമ്പിൽ കൂടെ നടക്കാനായിട്ട് എനിക്കൊരു അപകർഷത തോന്നും. എനിക്കത് ഭയങ്കര ചെറുപ്പത്തിൽ അപകർഷത തോന്നും. ഇത്രയും പേരുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നു, ഇവരെല്ലാം എന്നെ നോക്കുകയില്ല. അതെനിക്ക് അങ്ങോട്ട് അഫോർഡ് ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒരിടത്ത് ഇരുന്നു ഇത് കേൾക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ സാധാരണ ഒരു മീറ്റിംഗ് പോലെ ആയിരുന്നില്ല. ഈ പ്രേക്ഷിതരൊക്കെ വളരെ സ്നേഹത്തോടെ വരുന്നവരെ വലിയ ഒരു ആദരവോടുകൂടി സ്വീകരിക്കുന്നു. വെള്ളം കൊണ്ടുതരുന്നു, ഭക്ഷണം കൊണ്ടുതരുന്നു. അപ്പോൾ നമുക്കതൊരു ഭയങ്കര ഒരു സ്വീകാര്യത. അപ്പം ഞാനവിടെ ഇരുന്നു. പക്ഷെ വൈകുന്നേരം ആയപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു ക്ഷമയെക്കുറിച്ച് ഞാൻ അവിടെ ഇരുന്ന് ചെയ്തൊരു കാര്യം ക്ഷമിച്ചു. പിതാവിനോട് വെറുപ്പ്, പിതാവിനെ കൊന്ന ആളോടുള്ള വെറുപ്പ്, പിന്നെ എല്ലാവരോടുള്ള വെറുപ്പ്, ഇതെല്ലാം ക്ഷമിച്ചു. ക്ഷമയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നു. അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ അച്ഛനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഈ ധ്യാനം ഞങ്ങളവിടെ ധ്യാന കേന്ദ്രം പണിയുന്നുണ്ട്, അപ്പോൾ അവിടെ നിങ്ങൾ വരണം.
നായ്ക്കുപുറം. അപ്പം ഞാൻ പുറത്ത് എന്നാൽ അതിന് പോയേക്കാം. അപ്പോഴാണ് വേറെ പലരും ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് നല്ലതാണ്, വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നു, രോഗികളെ സുഖം. ഒന്ന് പോയേക്കാം, വെറുതെ ഒന്ന് പോയേക്കാന്ന് ഓർത്ത് അവിടെ ചെന്നു. ആ ധ്യാനമാണ് എന്നെ അടിമുടി മാറ്റി. ഇന്ന് ലോകം അതിനെ വിമർശിക്കുമ്പോഴും ഒരുപക്ഷെ പുരോഹിതന്മാരാൽ വിമർശിക്കപ്പെടുമ്പോഴും എന്തെല്ലാം കാര്യങ്ങളിൽ അതിന് എന്താ പറയുക അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ കാലഘട്ടം മറ്റൊരു തലത്തിലേക്ക് വളരേണ്ട കാലഘട്ടമാണെങ്കിൽ കൂടി എനിക്കത് വലിയ അത് ഞാൻ പറയാതിരിക്കുന്നത് ഒരു ദൈവത്തോടും ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിതരായവരോടുള്ള നന്ദികേടാണ്. അതോടൊപ്പം അത് പറഞ്ഞപ്പോൾ തന്നെ ഓർക്കുകയാണ്, അങ്ങനെ ഒരു പ്രസ്ഥാനം, ഒരു കരിസ്മാറ്റിക് പ്രസ്ഥാനം വന്നതോടുകൂടി ഇന്ന് അനേകം ലക്ഷം പേര് ഈ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ നല്ലൊരു ജീവിതത്തിലേക്ക് വന്നവരുണ്ട്. വ്യക്തിപരമായി യേശുക്രിസ്തുവിനെ ദൈവമായി തിരിച്ചറിയുകയും വ്യക്തിപരമായൊരു അനുഭവം ഉണ്ടാകുകയും ചെയ്തത് ആ കാലഘട്ടത്തിൽ കരിസ്മാറ്റിക് ധ്യാനത്തിലൂടെയാണ്. അതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ എല്ലാവരും പള്ളിയിൽ പോകുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നു, എന്നാൽ അതേപോലെ തന്നെ എല്ലാവരും കള്ളുകുടിക്കുന്നു, ജീവിതത്തിൻ്റെ ഭാഗമായി കള്ളുകുടിക്കുന്നു. പള്ളി വരുമ്പോൾ ഭക്തന്മാരാണ്, അവരൊന്നും മനസാക്ഷിയില്ലാതെ ചെയ്തൊന്നുമല്ല, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി പലതിനെയും കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ട്. മദ്യപാനത്തെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ട്, അയൽവക്കംകാർ തമ്മിലുള്ള വഴക്കുണ്ട്, പള്ളിയിൽ പ്രശ്നങ്ങളുണ്ട്, ഷാപ്പ് നടത്തുന്നവരുണ്ട്, ബാറ് നടത്തുന്നവരുണ്ട്, ഇതെല്ലാം ഇതിനകത്ത് നമ്മുടെ ഇതിനകത്തുണ്ട്. പക്ഷേ എന്നാൽ എല്ലാവരും എന്ത് ചെയ്യും? ഞായറാഴ്ച ചെറുപ്പകാലത്ത് പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥിക്കും. കരിസ്മാറ്റിക് നവീകരണ ശുശ്രൂഷയ്ക്ക് വഴി സംഭവിച്ചത് മദ്യപാനികൾ മദ്യപിക്കാൻ പാടില്ല, നീ ദൈവത്തിൻ്റെ ആലയം. അതുപോലെ തന്നെ ബാറുകൾ നടത്തിയവർ അത് നിർത്തുന്നു. അതുപോലെ തങ്ങൾക്കുണ്ടായിരുന്നത് പങ്കുവെക്കപ്പെടുന്നു. ഇന്നുള്ള ചാരിറ്റബിൾ സ്ഥാപനങ്ങളിൽ പലതും കരിസ്മാറ്റിക് നവീകരണ ശുശ്രൂഷയുടെ അനന്തരഫലമായിട്ടുണ്ടായ സ്ഥാപനങ്ങളാണ്. നവജീവൻ ട്രസ്റ്റ് അടക്കം ഇതെല്ലാം പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള ആളുകളാണ്. അവർ കൊടുക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ ഒരു മാസം വേണമെങ്കിൽ കൊടുക്കുന്നത് അവരാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിപരമായ ബന്ധം ഉണ്ടാക്കാൻ സാധിച്ചു. എനിക്കും കിട്ടിയൊരു വ്യക്തിപരമായത്. ഞാനിതിൽ നിന്ന് പുറത്തിറങ്ങിയപ്പം എൻ്റെ മനസ്സൊരു വെള്ളക്കടലാസ് പോലെയായിട്ട് മനസ്സിലിറങ്ങിയിട്ട് ലോകത്തിലേക്ക് നോക്കിയപ്പോൾ ഇനി എങ്ങോട്ടൊരു വഴി, ഒറ്റ വഴി എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഇത്രയും നല്ലൊരു ദൈവമുള്ളപ്പം ഈ ദൈവത്തിന് വേണ്ടി ജീവിക്കും. അതിനെന്താ വഴി? അതാ പിന്നെ അതിപ്പോൾ ആ അനുഭവം ഇങ്ങനെ നിൽക്കുകയാണല്ലോ. ഇപ്പോൾ പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, ആരോടും വിരോധമില്ലാതിരിക്കുക, കഴിവുണ്ടെങ്കിൽ എന്തെങ്കിലും പൈസ കിട്ടി ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കുക, കുറച്ച് പൈസ കിട്ടിയ ഉടനെ ഒരു ചാരിറ്റബിൾ സ്ഥാപനത്തിലേക്ക് ഒരു ആരും അറിയാതെ അവിടെ കൊണ്ടത് കൊടുക്കുക. കാരണം യേശുവിനാണല്ലോ കൊടുക്കുന്നത്. ഈ ബൈബിളിലെ ഓരോ വചനങ്ങളും അന്നത്തെ കാലത്ത് നമുക്ക് കിട്ടിയത് മാംസം ധരിച്ച വചനങ്ങളാണ്, അസാക്ഷ്യങ്ങൾ. അപ്പം ഞാനതൊക്കെ പ്രാക്ടീസ് ചെയ്തു. അപ്പം ഞാൻ ഓർത്തിട്ട് ഇങ്ങനെയൊന്ന് ജീവിക്കാൻ പറ്റുന്ന ഏത് ജോലിയാണ് തിരഞ്ഞെടുക്കുന്നത്? അപ്പോൾ ഞാൻ ഓർത്തു ഒരു അച്ഛനായാലും എന്നും ദേവാലയത്തിൽ അങ്ങനെ തിരഞ്ഞെടുത്തതാണ് ഞാൻ പൗരോഹിത്യം. ഒരു കാരണം അതാണ്. പിന്നെ 2 പിതാവിൻ്റെ ആഗ്രഹം. 2 കാരണങ്ങൾ കൊണ്ട് ഞാൻ പതുക്കെ ഒരു പുരോഹിതനാകുന്ന ആഗ്രഹം അമ്മയോട് പറഞ്ഞു. അപ്പം അമ്മ ഒരു കാര്യം പറഞ്ഞുള്ളൂ, തീരുമാനം എടുക്കുന്നത് നല്ലതാണ്, പക്ഷേ പുറകോട്ട് തിരിഞ്ഞു നോക്കും, അതിൽ കൂടെ തന്നെ പൊക്കണം, അല്ലെങ്കിൽ നീ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കും, ഇങ്ങനെയൊന്നും പറയാം, നീ അതിലൂടെ പൊക്കോണം. ഞാൻ അന്ന് ഡിസിഷൻ എടുത്തു. പിന്നെ പുരോഹിതനാകാൻ വേണ്ടിയുള്ള ഒരു യാത്രയായി. അതിലെന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് നമ്മുടെ ജെയിംസ് മഞ്ഞാക്കൽ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ കോഴ്സൊക്കെ ആണ്. അപ്പം ഞാൻ ആ കോഴ്സിലൊക്കെ പോയി പങ്കെടുത്തപ്പം അന്നത്തെ കാലത്ത് ഈ കരിസ്മാറ്റിക് നവീകരണ ശുശ്രൂഷയിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ആ കോഴ്സിൽ പങ്കെടുക്കുന്നവർ. ഞാൻ മാത്രമേ ഉള്ളൂ കൊച്ചു പയ്യൻ. അവരെല്ലാം എന്നെ കൊച്ചിനെ കൊണ്ടു നടക്കുന്ന പോലെയാണ് കയ്യെ പിടിച്ചു കൊണ്ടു നടന്നുകൊണ്ടിരുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കര പ്രചോദനമായി. അവരുടെ സ്നേഹം, കരുതൽ, അവരുടെ പ്രാർത്ഥന. അതിൽ അന്ന് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഒരു മാത്തുക്കുട്ടി എന്ന് പറഞ്ഞ ഒരാൾ ചങ്ങനാശ്ശേരിക്കാരൻ. 19 വയസ്സ് 18 വയസ്സേ ഉള്ളൂ. മാത്തുക്കുട്ടി ഞാൻ റിട്ടയർഡ് എൻജിനീയറാണ്. ഒരു പക്വതയില്ലാത്ത സുവിശേഷകനൊന്നുമല്ല, വളരെ പക്വതയുള്ള, ക്രിറ്റിക്കലായി എല്ലാത്തിനെയും ഈ കരിസ്മാറ്റിസത്തെ തന്നെ ക്രിറ്റിക്കലായി വീക്ഷിക്കുന്ന ആളാണ്. അതിനകത്തിരുന്നുകൊണ്ട് അദ്ദേഹം കൂടി ഒരു ദിവസം എന്നോട് ഒന്നിച്ച് പറയും, മോനെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കായിരുന്നടാ. ഞാൻ കർത്താവിനോട് പറഞ്ഞു, നീ ഒരു ബിഷപ്പാ, അച്ഛനാകാൻ ഒരു വിഷം കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു, അതേക്കുറിച്ച് അത് ആരോടും പറയണ്ട. അദ്ദേഹം വിട്ടില്ല. നിങ്ങളുടെ തല തുണിയിടുന്ന ഒരു പോസ്റ്റില്ലേ, അതെന്നാ? ഞാൻ പറഞ്ഞത് ബിഷപ്പ് റംബാൻ പൂർണ്ണ സന്യാസി, അതാണ് നിങ്ങളുടെ സഭയിൽ നീ ബിഷപ്പാവും.
അതിനുശേഷം ഞാൻ ഡീക്കനാകാനായിട്ട് കോട്ടയം സെൻറ്റ് ജോസഫിൽ നിൽക്കുക. അന്ന് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പട്ടം കൂടെ കഴിഞ്ഞപ്പോഴാണ് വരുന്നത്. എൻ്റെ കൂടെ മറ്റു ഡീക്കന്മാരൊക്കെ നിൽപ്പുണ്ട്, എൻ്റെ കൂടെ പഠിക്കുന്നത്. അവിടെ മുമ്പ് ചോദിച്ചു, ഇങ്ങേരില്ലേ, ഇങ്ങേര് ബിഷപ്പാണ്. അപ്പോൾ അവരെല്ലാം കൂടെ എന്നെ നോർമലി എന്താ ഒരു ഞാനങ്ങ് വളരെ ചെറുതായിപ്പോയി. കാരണം ഇത് നമുക്കങ്ങ് ചാള്യത കൊണ്ടങ്ങ് അത് കുടിച്ചായ ഞാൻ ആരോടും പറയരുത്. പറഞ്ഞാലും കൊള്ളാം, പറഞ്ഞില്ലെങ്കിലും കൊള്ളാം, സംഭവിക്കും. എന്നിട്ട് ഒരു പറഞ്ഞില്ലോടെ, എടാ നീ നന്നായി ചെറുപ്പത്തിൽ തന്നെ ബിഷപ്പ്. എനിക്ക് തോന്നുന്നു ഒരു 1% പോലും ഇത് നടക്കും. എന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ പറയുന്നതാണെന്നുള്ള രീതിയിലേ ഞാനതിനെ എടുത്തുള്ളൂ. പക്ഷെ സംഭവിച്ചു, ഞാൻ അച്ഛനാകുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ സാമ്പത്തിക നില വീട്ടിൽ എല്ലാം തകർന്നു. സാമ്പത്തികമില്ല, റബ്ബറിനൊക്കെ വില കുറഞ്ഞു, ജീവിക്കാൻ പോലും വീട്ടിൽ മാർഗ്ഗമില്ലാതെ. അമ്മയാണെങ്കിൽ ഒരു വിധവയാണ്, അമ്മ വലിയ വിദ്യാഭ്യാസമുള്ള ആളല്ല, പണമൊന്നും കൈകാര്യം ചെയ്യാൻ അമ്മയ്ക്ക് അത്ര പ്ലാനിങ് ഒന്നുമില്ല. ചേട്ടന്മാരൊക്കെ പോയി ചില ബിസിനസ്സൊക്കെ നടത്തി അതെല്ലാം പൊളിഞ്ഞു. അങ്ങനെ ഒരു രക്ഷയില്ല. സെമിനാരി ഞാൻ പഠിക്കുമ്പോൾ സാമ്പത്തികമായിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ നേരത്തെ സാമ്പത്തികമായിട്ടുള്ള ആളാണ്. എന്നെ എല്ലാവരും കാണുന്നത് അങ്ങനെയാണ്, നല്ല സാമ്പത്തികമുള്ള വീട്ടിലൊരു പയ്യൻ എന്നതിലേക്ക് കാണുമ്പോൾ അങ്ങനെയാണെന്ന് പൊതുസമൂഹത്തിൽ അറിയുകയും ഒന്നുമില്ലാത്തവനായി, ദരിദ്രനായി, ഒരു വണ്ടിക്കൂലിക്ക് പോലും എടുക്കാൻ പൈസ ഇല്ലാത്തവനായി ഞാൻ സെമിനാരിയിൽ എല്ലാവരുടെയും കൂടെ സന്തോഷവാനായി. ആരുടെയും പറയാൻ പോലും വിശ്വസിക്കത്തില്ല, പറയാറുമില്ല. എനിക്ക് പറയാതിരിക്കാൻ, അതാണ് സഹനം എന്ന് പറയുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമുക്കൊരു ചൂടെടുക്കുമ്പം നമ്മൾ ചൂടെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സഹിക്കാൻ പറ്റുന്നില്ലെന്നാ. എനിക്കത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ ആരോടും വേണ്ടിയിട്ടില്ല. ഞാൻ ഈ ബിഷപ്പായ ശേഷമാണ് ഞാൻ ഈ കാര്യം പുറത്തു പറയും, അച്ഛനായിട്ടും പറഞ്ഞിട്ട്. അങ്ങനെ എനിക്ക് വളരെ ബുദ്ധിമുട്ട്. അപ്പോൾ ഒരിക്കലൊരു എന്തോ ഒരു കോഴ്സിന് ഞങ്ങൾക്ക് എല്ലാവരും കൂടെ പോകാനായിട്ട് പ്ലാനിട്ട്. അപ്പോൾ എൻ്റെ വളരെ ഇൻറ്റിമേറ്റ് ഒരു കൂട്ടുകാരൻ എന്നോട് വന്ന് പറഞ്ഞു, നമുക്ക് പോകണം, അവിടെ കൗൺസിലിംഗ് സൈക്കോളജിക്കലി POCയിൽ ഒരു കോഴ്സ്, അത് ശനിയാഴ്ച പറ്റുള്ളൂ ആ ക്ലാസ്. നമുക്ക് സെമിനാരിൽ എല്ലാവർക്കും കൂടി ഒന്ന് പോയി അതുകൂടി അറ്റൻഡ് ചെയ്യും. അപ്പോൾ അതിനെന്തൊക്കെ ഫീസ് അടയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നത്. പുള്ളി വിചാരിച്ചത് എനിക്ക് ഈ സൈക്കോളജി താല്പര്യമില്ല, കാരണം ഭക്തനാണല്ലോ. കരിസ്മാറ്റിക് ഭക്തനായ എനിക്ക് സൈക്കോളജിയോട് താല്പര്യം. അപ്പോൾ നിങ്ങളൊക്കെ വലിയ കരിസ്മാറ്റിക്കാരും വലിയ പ്രാർത്ഥനക്കാരും, നിങ്ങൾക്ക് ഇതൊന്നും പറ്റിയില്ലായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒറ്റ കരച്ചു. പക്ഷെ എന്ത് പറ്റി? അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ലൈഫിൽ എനിക്ക് ₹1 പോലും എടുക്കാൻ, പിന്നെ ഞാനെങ്ങനെ കോഴ്സിന് വരും? പുള്ളി അന്നേരമാണ് അതെനിക്ക് നിവൃത്തിയില്ലാതെ ഞാൻ ഇത് പറഞ്ഞു, അല്ലെ പുള്ളി എന്നെ തെറ്റിദ്ധരിക്കുമല്ലോ. പിന്നെ അവർക്ക് കുറച്ച് പേർക്കൊക്കെ അത്. പിന്നെ സെമിനാരിയിൽ നിരന്തര പ്രാർത്ഥനയും, എനിക്ക് കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട്, പ്രാർത്ഥനയൊക്കെ ആയിട്ട് ജീവിച്ചു. എൻ്റെ ആ ഒരു ജീവിതം എനിക്ക് വളരെ സംതൃപ്തിജനകമായൊരു ജീവിതമായി. അങ്ങനെയാണ് എൻ്റെ സെമിനാരി വിദ്യാഭ്യാസം ഞാൻ കൊണ്ടുപോയത്. സത്യത്തിൽ ഈ ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഈ സഹന ജീവിതത്തെക്കുറിച്ചുള്ളൊരു എല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ചോ അവനെ നോക്കി കാത്തിരിക്കുന്ന ഒരു കുരിശുണ്ട്. അതാണ് ഒന്ന് ഞാൻ അടുത്തൊരു ചോദ്യത്തിന് വേണ്ടി ഒന്ന് കാത്തിരുന്നു തിരുവേനി. കാരണം വെച്ചാൽ എല്ലാ കുരിശ് വഹിക്കാതെ ആരും ഈ ഭൂമിയിലൂടെ കടന്നു പോകുന്നില്ല. ക്രിസ്തു പോലും മനുഷ്യനായി അവതരിച്ചു വന്നിട്ട് അവനും കിട്ടി സഹനം. അപ്പോൾ തിരുവേനിയുടെ അതൊന്ന് പറയാം. ഈ സഹനത്തിൻ്റെ തിരുവേനി അതിലൂടെ കടന്നു യുവത്വത്തിൽ മുതൽ, അത് ചെറുപ്പം മുതലേ ഒരു നൊമ്പരം പേറി വന്നതാണ് തിരുവേനി. അപ്പോൾ ഒന്ന് പങ്കുവയ്ക്കും. അതിനകത്ത് നമ്മൾ പ്രത്യേകത മനസ്സിലാക്കേണ്ടത്, വെടിയേറ്റ് മരിച്ച ആയിരക്കണക്കിന് ആളുകൾ ഭൂമിയിൽ, അവരുടെ മക്കൾ അതിൻ്റെ വേദനകൾ അനുഭവിച്ചു. കുത്തേറ്റ് മരിച്ചു, ജയിലിൽ കിടക്കുന്ന അപ്പന്മാരുള്ള കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇതെല്ലാം കഷ്ടതകളാണ്. സഹനം എന്ന് പറയുന്നത് കഷ്ടതകളാണ്, ഇതെല്ലാം കഷ്ടതയാണ്. ഈ കഷ്ടതകളെല്ലാം എന്താണ്? ഈ ലോകത്തിൻ്റെ ബാലൻസ്, സന്തുലനാവസ്ഥ തകർക്കുന്ന രീതിയിൽ പിശാചിൻ്റെയും കൂടെ പ്രവർത്തനം ഉണ്ട്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു മധ്യത്തിലേക്കാണ് ദൈവം മനുഷ്യനായി വന്ന ദൈവത്തെ ആര് സ്വീകരിച്ചു? വളരെ ചുരുക്കം പേരെ സ്വീകരിക്കുന്നുള്ളൂ. സ്വീകരിച്ചവർ പോലും സ്വീകരിക്കേണ്ട രീതിയിൽ സ്വീകരിക്കുന്നില്ല. രോഗശാന്തി സ്വീകരിച്ചവൻ രോഗശാന്തി കഴിഞ്ഞു പോയി, അത്ഭുതം കിട്ടിയവൻ ഭക്ഷണം കഴിച്ചവൻ കഴിച്ചു പോയി. കൂടെ നിൽക്കാൻ ആരുമില്ല.
12 ശിഷ്യന്മാർ, അവർക്ക് പോലും മനസ്സിലാകുന്നില്ല ഇത്. ക്രിസ്തുവിനെ മനസ്സിലാകുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ കുരിശെന്ന് പറയുന്ന, സഹനം എന്ന് പറയുന്നത് എന്തായിരുന്നു? അവനെ മനസ്സിലാക്കാതെ പോയവർ, അവനെ തെറ്റിദ്ധരിച്ചവർ, അവൻ ഇവിടെ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചു. ഹെരോദാവ് തൊട്ടിങ്ങോട്ട്, ഹെരോദാവിൻ്റെ കാലം തൊട്ടിങ്ങോട്ട് അവനിവിടെ ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നു. ഇവരെ ഒന്നും നമുക്ക് നന്നാക്കാൻ പറ്റിയില്ല. കാരണം ഇവൻ, ഈ യേശു എന്ന് പറയുന്ന നീതിമാൻ ഇവിടെ ഉണ്ടായാൽ എനിക്ക് രക്ഷയില്ല, അതുകൊണ്ട് ഇവൻ മരിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അങ്ങനത്തെ കുറേ ആളുകളുള്ള ലോകത്താണ് നമ്മൾ ജനിച്ചു വീഴുന്നത്. അവരെല്ലാവരും കൂടെ എന്തു ചെയ്യാണ്? ഒരാളെ ടാർഗറ്റ് ചെയ്ത് അവരെല്ലാം കൂടി ആ കുറ്റങ്ങൾ ഒരു ദിവസം ഇവൻ്റെ മേലേക്ക് ചുമത്തുന്നു. അവൻ്റെ കഴുത്തിലെ തോളിൽ കുരിശായി മാറും. നീതിപീഠത്തിൽ നിന്ന് നീതിയും കിട്ടുന്നില്ല. അതോടുകൂടി ആ കുരിശിൽ അവൻ തറയ്ക്കപ്പെടും. ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്ന ആ കുരിശ് സന്തോഷത്തോടെ സ്വീകരിക്കാൻ, ആ കുരിശിൽ കിടന്നുകൊണ്ട് പിതാവിനോട് ഈ തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പറ്റുന്ന ഒരു മനസ്സ് എന്ന് പറയുന്നത് പിതാവ് മേലിലുണ്ടെന്നുള്ള, എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഇതുകൊണ്ടൊന്നും അവസാനിക്കുകയില്ല, ഇതെൻ്റെ അല്ല എന്ന ചിന്തയാണ് ശരിക്കും, ആ ആറ്റിറ്റ്യൂഡാണ്. ഇതാണ് യേശുവിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, പിതാവ് ഇവർ ചെയ്യുന്നതെന്ന് അറിയാൻ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ക്ഷമിച്ചുകൊണ്ട് മരിക്കാൻ പറ്റും. ആ 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ഉയർപ്പിച്ചെന്നാണ് റോമാലേഖനത്തിൽ പറയുന്നത്. അങ്ങനെ ഉയർപ്പിച്ചുള്ളൂ. ആ ആത്മാവ് നിങ്ങളിലും വസിക്കുന്നു. അപ്പം നമുക്കും കിട്ടുന്നത് അതേ വിളിയാണ്, ക്രിസ്തുവിൻ്റെ ശരീരമാകാനുള്ള വിളി. അപ്പോൾ ക്രിസ്തു ഏത് വഴിത്താരയിലൂടെ പോയോ അതേ വഴിയിലൂടെയുള്ള ഒരു യാത്രയാണ് ഞാനെന്ന ക്രിസ്ത്യാനിക്ക്, അല്ലെങ്കിൽ ഒരു ക്രൈസ്തവന് ദൈവം കൊടുക്കും. അതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ നീതിപീഠത്തിൽ ചെന്ന് നമുക്ക് നീതിയൊന്നും കിട്ടിയെന്ന് വരികയില്ല. നമ്മളെല്ലാവരും മനസ്സിലാക്കണമെന്ന് വിചാരിച്ചാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. എല്ലാം ചെയ്ത് കഴിയുമ്പം നമ്മളെ ഏറ്റവും സ്നേഹിച്ചവരായിരിക്കും പറയുന്നത്, അപ്പോൾ ഈ പുള്ളിയുടെ ലക്ഷ്യം ശരിയല്ല. ചിലപ്പോൾ നമ്മൾ വളരെ ആത്മാർത്ഥതയോടുകൂടി പട്ടിണി കിടന്ന് ദാഹിച്ച് വിഷമിച്ചായിരിക്കും ഒരു ധ്യാനം നടത്തുന്നത്. ധ്യാനങ്ങളൊക്കെ നടന്ന് അതിൻ്റെ ഫലം അനുഭവിച്ച ആളുകൾ പോകുമ്പോഴായിരിക്കും ഒരു വിഭാഗം ആളുകൾ ചിലപ്പോൾ നമ്മളെ ഭയങ്കരമായി കുറ്റപ്പെടുത്തും. അതിനകത്തൊരു വീഴ്ച വന്നിട്ടുണ്ടാകാം. ചിലപ്പോൾ ആ വീഴ്ചയാണ് നമ്മൾ തോന്നിയതായിരിക്കാം. ചിലപ്പോൾ നമ്മൾ മനസ്സറിയാത്ത കാര്യങ്ങളായിരിക്കും. ഇതെല്ലാം വന്നു ചേരും. അപ്പം ഇത്തരം കാര്യങ്ങളിൽ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ സാമ്പത്തിക നിലകളെല്ലാം തകർന്നു. ആരോടും പറയാനില്ല, പറഞ്ഞിട്ട് വലിയ പ്രയോജനമില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്താണ്, നമ്മളൊന്ന് 2 പേരോടൊക്കെ ഷെയർ ചെയ്ത് നോക്കി, അവർക്ക് ആർക്കും നമ്മളെ സഹായിക്കാൻ സാധിക്കുമെന്ന് സഹായിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ഭൂമിയിൽ ഒരാളെ ഉണ്ട്, ആ ആളെ പിടിക്കുക, ദൈവമാണ്, യേശുവാണ്. ഞാൻ യേശുവിനെ മുറുക്ക വട്ടം പിടിച്ചു. വളരെ വലിയ ഗതികേടുകളിലൂടെ യാത്ര ചെയ്യും. രക്തം വിയർത്തുള്ള യാത്ര എനിക്ക് നടത്തേണ്ടി വന്നു. അങ്ങനെ വീടിന്, ഞാൻ അച്ഛനാകാൻ പോകുന്ന ദിവസങ്ങൾക്ക് മുമ്പ് വീടിന് ജപ്തി നോട്ടീസ് വന്ന് കിടക്കുകയാണ്. വീട് ജപ്തി ചെയ്യാൻ പോകണം. ഞാൻ അച്ഛനാകുന്നതിന് തൊട്ട് മുമ്പ് വീട് ജപ്തി ചെയ്യാൻ പോവാണ്. കടബാധ്യതകൾ കൊണ്ട് നിറഞ്ഞിരിക്കും. ഇതിനൊന്നും വീട്ടിൽ നിന്നും ഉത്തരവില്ല, സമൂഹത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ വീണ്ടും ഒരു തീരുമാനമെടുത്ത്, കർത്താവേ, ഞാനൊരു വൈദികനായി എൻ്റെ വീട് ജപ്തി ചെയ്യണമെന്ന് ജപ്തി ചെയ്ത് ഞാൻ അങ്ങനെ അപമാനിതനായി, അങ്ങനെ അങ്ങൊരു അപമാനിത പുരോഹിതനാകണമെന്നാണ് നിൻ്റെ ഇഷ്ടമെങ്കിൽ ഞാനത് റെഡി. അത്ര എനിക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വിശ്വാസം. ഞാൻ അതിനപ്പുറത്ത് ഉയർത്തെഴുന്നേൽക്കുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ഞാനതിന് റെഡിയായിരുന്നു. ക്രിസ്തു തരാത്തതൊന്നും എനിക്ക് വേണ്ടെന്ന്. സംഭവിച്ചെന്താണ്, എനിക്ക് ഈ സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ ആദ്യമായി അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് കാൽവറിയിലെ ബലിയുടെ തുടർച്ചയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ആ നാട്ടുകാർക്ക് ഫീൽ ചെയ്തോന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ബലി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലാത്തവൻ്റെ, അന്ന് തിരുവേനിയുടെ ഏതെങ്കിലും ഹൃദയം പൊട്ടിയ കണ്ണീരിൽ കുതിർന്നൊരു ദിവ്യബലിയായിരിക്കും. കാരണം എനിക്ക് കഴിവുകൾ വളരെ കുറവായിരുന്നു. അപകർഷത പോലെ ഞാൻ പ്രസംഗിക്കാൻ അറിയാൻ മേല, പൊതുസമൂഹത്തിന് മുമ്പിൽ വർത്തമാനം പറയാൻ അറിയാൻ മേല, എല്ലാവരും വർത്തമാനം പറയാൻ പേടി. എനിക്ക് സംസാരിക്കാൻ എനിക്ക് സബ്ജക്റ്റ് ഇല്ല. ഞാൻ എന്നെ കുറിച്ച് പറയുന്ന മിണ്ടുകേലാത്ത ചെമ്മാശൻ എന്നായിരുന്നു. അപ്പോൾ അവിടുത്തെ എപ്പോൾ ഉള്ളവരെല്ലാം പറയും, മിണ്ടുകേലാത്ത ചെമ്മാശനുണ്ട്. ആരോടും മിണ്ടുകേലാത്ത ചെമ്മാശൻ, ആളുകളെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറുന്നു.
ആൾക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് എപ്പോഴും വലിഞ്ഞു പോകുന്നു. ഒരു സ്ഥലത്തേക്ക് മുന്നിൽ നിൽക്കാൻ പറ്റാത്ത ഒരാൾ എൻ്റെ ഒരൊറ്റ ബലിയർപ്പണം കൊണ്ട് ഇത് മുഴുവനില്ലാതെ, ഒറ്റ ബലിയർപ്പണം പൂർത്തിയാക്കി കഴിഞ്ഞോട് ഞാൻ മറ്റൊരാളായി മാറി, പുതിയ സൃഷ്ടിയായി. പുതിയ വേറൊരാളായി. പിന്നെ എൻ്റെ ഭാവവും ആറ്റിറ്റ്യൂഡും എനിക്ക് കിട്ടുന്ന ഇൻസൈറ്റും എല്ലാം വ്യത്യസ്തം. അങ്ങനെയാണ് എൻ്റെ ഒരു സെമിനാരി വിദ്യാഭ്യാസം വരെ ഉള്ള, സെമിനാരി ഷമ്മാശനാകുന്ന കാലം വരെയുള്ള സഹനങ്ങൾ വളരെ വലുത്. അപ്പോൾ അതിൻ്റെ അർത്ഥം തിരുമേനി, അതായത് ക്രിസ്തു നമുക്ക് എത്ര വലിയ മുഖമുണ്ടെങ്കിലും അവനോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സഹനങ്ങളെല്ലാം നമുക്ക് ശരിക്കും ഒരു സഹനങ്ങളായിട്ട് നമുക്ക് തോന്നാത്ത രീതി നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമെന്നല്ല. തീർച്ചയായിട്ടും നമ്മുടെ സഹനം ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത്, ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടുകൂടി നമ്മൾ ആ സഹനം ഏറ്റെടുക്കുമ്പോൾ നമുക്ക് മുമ്പിൽ ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഇത് സ്വീകരിച്ചില്ലേലും സഹനം ഉണ്ടാവും, പക്ഷെ ഉയർത്തെഴുന്നേൽക്കുകയില്ല. അതുകൊണ്ടല്ലേ ഈ കാലഘട്ടത്തിൽ പലർക്കും ഉയർത്തെഴുന്നേക്കാൻ പറ്റാത്തത്. അവരുടെ സഹനത്തിൽ അവർ ഒന്ന് ജീവിച്ച്, ഒന്ന് ആത്മഹത്യ ചെയ്യാൻ പോകും, മദ്യത്തിന് പോകുന്നു, മയക്കുമരുന്നിന് പോകുന്നു, ഇല്ലെങ്കിൽ രക്ഷിക്കാൻ കഴിവില്ലാത്തവയുടെ പിന്നാലെ അവർ പോകും. പോയി അവസാനം എന്ത് ചെയ്യാണ്? മയക്കുമരുന്നോ മദ്യമോ വ്യക്തികളോ വ്യക്തി ആരാധനകളോ സിനിമാ ഫീൽഡോ എന്തെങ്കിലുമൊക്കെ ഒന്നും വലിയ പ്രൊഡക്റ്റീവ് അല്ലാത്ത പല കാര്യത്തിൻ്റെയും പുറകെ പോയിട്ട് കൂടുതൽ നിരാശരായി ദുഃഖിതരായി വരും. കാരണം എന്താണ്? ലഭിച്ച കുരിശിനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ക്ഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേക്കാൻ പറ്റുന്നില്ല, കുരിശിൽ നിന്ന് ഉയർത്തെഴുന്നേക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഒരു യഥാർത്ഥ ക്രൈസ്തവനും അല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം. രണ്ടുപേർക്ക് സഹനം ഉണ്ടാകും, രണ്ടുപേർക്കും കഷ്ടതകളുണ്ടാകും. ക്രൈസ്തവൻ്റെ കഷ്ടതകൾ സഹനങ്ങളായി. ആ സഹനത്തിന് വലിയ വിലയുണ്ട്. നിശബ്ദമായ സഹനത്തിനും സഹിച്ചുകൊണ്ട് ഈ കുരിശ് നൽകിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചിലപ്പോൾ നമ്മൾ നിരപരാധിയായിരിക്കും, നമ്മൾ ചെയ്ത തെറ്റിനായിരിക്കുകയില്ല. ഇപ്പോൾ പിതാവ് മദ്യപാനിയായി മരിച്ച ഒരാളെ സംബന്ധിച്ചാൽ ആ പയ്യൻ അല്ലെ ആ മകനോ മകളോ ഒരിക്കലും ആ തെറ്റിൻ്റെ ഉത്തരവാദിയല്ല. പക്ഷെ സഹനം വന്നു, അത് സഹനമാക്കി മാറ്റി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, പഴയ നിയമത്തിൽ നമ്മൾ നോക്കിയാൽ നമ്മൾ കാണുന്നത് ജോസഫിന്, യൂസേഫ്, അവൻ അഭിഷേകമുള്ളവനായിരുന്നു എന്നുള്ളത് മാത്രമേ അവൻ്റെ കുറ്റം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവന് ദർശനമൊക്കെ കാണാൻ പറ്റും, ദൈവമായിട്ട് സംസാരിക്കാൻ പറ്റും, ദൈവസ്വരം കേൾക്കുന്നുണ്ട്. അവനത് മാത്രമേ പറഞ്ഞുള്ളൂ. അവൻ്റെ സഹോദരങ്ങൾക്ക് അതില്ലാത്തതുകൊണ്ട് അവരെല്ലാവരും കൂടി അവനെ തെറ്റിദ്ധരിച്ച് അവനെ അപ്പൻ്റെ ഹൃദയത്തിൽ നിന്ന് അവനെ മായ്ച്ചു കളയാനായിട്ടാണ് അവർ ശ്രമിച്ചത്. അതുകൊണ്ട് വസ്ത്രം അവൻ്റെ രക്തത്തിൽ മുക്കി കാണിച്ചിട്ട് പറഞ്ഞു, മകൻ മരിച്ചു. അപ്പൻ്റെ ഹൃദയത്തിൽ തന്നെ മകനെ മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ ജോസഫ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ എന്നെ വിറ്റതല്ല, നമ്മുടെ ദൈവം ഇങ്ങോട്ട് അയച്ചത്. അങ്ങനെ പറയാൻ സാധിക്കുന്നതിന് ഉയർത്തെഴുന്നേൽക്കുന്നു. സ്തേഫാനോസ് ഈ കല്ലെറിഞ്ഞ് കൊന്നവനാണ്. പക്ഷേ അവൻ മരിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു, പിതാവേ, ഇവൻ്റെ പാവം ഇവൻ്റെ മേൽ ആരോപിക്കുക. എന്താ സംഭവിച്ചത്? ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ മാനസാന്തരപ്പെട്ട് സഭയുടെ സാക്ഷിയാകേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ കാലഘട്ടങ്ങളിൽ സഭയ്ക്കുണ്ടാകുന്ന പീഡനങ്ങൾ സഭ ക്ഷമിച്ച് പ്രാർത്ഥിക്കും. ജോൺ പോൾ മാർപ്പാപ്പായുടെ ജീവിതത്തിലെ ഈ ഫോർമുല ആ പിതാവ് കണ്ടെത്തി എന്നുള്ളതാണ്. മുഴുവൻ പാപങ്ങൾക്കും ക്ഷമ ചോദിച്ചുകൊണ്ട് പരസ്യമായ ഒരു പ്രാർത്ഥന നടത്താൻ ആന്തരിക ബലം ആർക്കുള്ളത്? നീ ഏതെങ്കിലും ഒരു സംഘടന എടുത്ത് നോക്കിയും, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ഇന്ന കാര്യങ്ങൾ, ഒരു ഭരണം പൂർത്തിയായി, ഇപ്പോൾ ഇലക്ഷൻ്റെ ഒക്കെ ടൈമാണല്ലോ, പ്രതിപക്ഷമോ ഭരണപക്ഷമോ ഏതെങ്കിലും ആട്ടെ, നമുക്കിപ്പോൾ അത് ഒരു വിഷയമല്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു നേതാവിന് ഇന്ന വിഷയങ്ങളിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, അതിൽ മെച്ചപ്പെടാമായിരുന്നു, ഇന്ന കാര്യങ്ങളിൽ ഞങ്ങൾ മുൻപന്തിയിലെത്തി എന്ന് പറയാനുള്ള ആന്തരിക ബലമില്ല. തോൽവി സമ്മതിക്കാനുള്ള ആന്തരിക ബലമുള്ള ആർക്കാണ് ഉള്ളത്? ജോൺ പോൾ മാർപ്പാപ്പ അതാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഇന്ന മേഖലകളിൽ തെറ്റുകൾക്ക് ഞാൻ പരസ്യമായി മാപ്പി കൊടുക്കും. ക്രിസ്തുവിൻ്റെ ശക്തിയില്ലാതെ ഒരിക്കലും അത് പറയാൻ പറ്റും, ആർക്കും പറ്റും. അതാണ് ഞാൻ ഈ ജോൺ പോൾ മാർപ്പാപ്പയോട് ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിന് കബറെങ്കിലൊക്കെ പോയി. അപ്പം ആ ഒരു ദൈവിക കൃപയാണ് സത്യത്തിൽ നമ്മുടെ കാലഘട്ടത്തിൽ ആവശ്യം. സഭയ്ക്ക് ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയിലൂടെ ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാണ്. അതോടൊപ്പം തന്നെ തിരുമേനി ഇത് വരുന്ന വഴിക്ക് തന്നെ നമുക്കൊന്ന് മറക്കാൻ പറ്റാത്ത, അല്ല ചോദിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ സഹനത്തിലൂടെ കടന്നു പോയപ്പോൾ ക്രിസ്തുവിൻ്റെ നിശബ്ദത. പിലാത്തോസിൻ്റെ പ്രത്യുവരത്തിൽ പോലും കൈകളാൽ കെട്ടപ്പെട്ട് നിൽക്കുമ്പോൾ
അവൻ പ്രാർത്ഥിച്ചാൽ 12-ലേറെ വ്യൂഹങ്ങൾ മാലാഖമാർ വരുമെന്ന് പറഞ്ഞിട്ടും അവനത് വരുത്താതെ തൻ്റെ ആ ദൈവിക ശക്തിയെ അവൻ മാറ്റിവെക്കുകയും കുരിശിൽ അവൻ്റെ നിശബ്ദതയൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ചെറിയൊരു കാര്യം പോലും ഒരു വീട്ടിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ നമ്മൾ എന്നാടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുന്നൊരു സമൂഹമാണ്. പിന്നെ അവിടെ പ്രശ്നങ്ങളാണ്. അങ്ങനെ ഒരു അശാന്തതയുടെ ഒരു ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ക്രിസ്തുവിൻ്റെ മൗനത്തിന് എന്തുമാത്രം ശക്തിയുണ്ട്. ക്രിസ്തുവിൻ്റെ മൗനത്തിൻ്റെ ശക്തി ഒരു പവർ, ഒരു ശക്തിയാണല്ലോ. ആ ശക്തി അവൻ എങ്ങനെ കിട്ടി? അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവൻ അറിയാം. കാരണം മരണം കൊണ്ട് അവസാനിക്കാനുള്ളതാണ്. ഈ ജീവിതം മരണം കൊണ്ടൊന്നും അവസാനിക്കും. ഇതിനപ്പുറത്തേക്ക് ജീവിക്കും. കാരണം എന്താണ്? മേളിൽ പിതാവുണ്ട്. പിതാവുമായിട്ടുള്ള നല്ല ബന്ധത്തിലാണ് ഈ പോക്ക്. അതുകൊണ്ട് എന്നെ പീഡിപ്പിച്ചാലും എന്നെ ഉപദ്രവിച്ചാലും അവർക്കറിവില്ലാത്തത് കൊണ്ടാണ് അവരോട് ഞാൻ ക്ഷമിക്കുന്നത്. പക്ഷേ നാളെ എൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ആഘോഷിക്കപ്പെടുമ്പോൾ ഇവരൊക്കെ ഇങ്ങോട്ട് പോരും. അപ്പോൾ ആ ആന്തരിക ബലം കൊണ്ടാണ്, ആ ആന്തരിക ശക്തിയാണ് ഉള്ളിലുള്ള ആ തീയ, പിതാവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു തീ ഉണ്ടല്ലോ, അതാണല്ലോ ശരിക്കും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ആ സ്പിരിച്വാലിറ്റി യഥാർത്ഥമായി നമ്മളിലുണ്ടെങ്കിൽ നമുക്കെതിരായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടും. ഞാൻ ഇന്ന് ഓർക്കാറുണ്ട്, നമ്മൾ ധ്യാനങ്ങളൊക്കെ ആരംഭിച്ചു, സ്ഥാപനങ്ങളൊക്കെ ഉയർത്താൻ തുടങ്ങി, സ്ഥാപനങ്ങളൊക്കെ വളരാൻ തുടങ്ങി. അപ്പോൾ കുറേ ആളുകൾക്കൊരു അസ്വസ്ഥത വന്നു. അവരെല്ലാം പറയാൻ തുടങ്ങി. ഇതിലൊക്കെ ഞാൻ ബോധപൂർവമായിട്ട് അങ്ങോട്ട് ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയൊക്കെ വന്നപ്പോഴും ആ ബിഷപ്പ് കണ്ടമാനം പണമെല്ലാം കളക്ട് ചെയ്യുന്നു, ഇത് മുഴുവൻ പുള്ളി വീട്ടിലേക്ക് മാറ്റുകയാണ്, എസ്റ്റേറ്റൊക്കെ മേടിച്ചിട്ടുണ്ട്, അതേന്ന് പറയുകയാണ്. അത് എന്നോട് വന്ന് പലരും പറയും, ഇങ്ങനെയൊക്കെ പിതാവ് പറയുന്നുണ്ട്, പിതാവ് ഇതൊന്ന് പരസ്യമായിട്ടൊന്ന് പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യം, പറയേണ്ട ഒന്നും കാര്യമില്ല. കാരണം എന്താ, പറയാതെ തെളിയിക്കാൻ പറ്റും. കാരണം ജോസഫിനെ തെറ്റിദ്ധരിക്കപ്പെട്ട് ജയിലിൽ കിടന്നവനാണ്. ജോസഫിൻ്റെ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ആരും പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ല. ജോസഫ് അല്ലാതെ തന്നെയാണ്, വേറെ രീതിയിലാണ് അവൻ പുറത്തു വരുന്നത്. അതുകൊണ്ട് ഇത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല, പോട്ടെ, ഞാനങ്ങനെ സിമ്പിളായിട്ട് വിട്ടു. ആദ്യകാലങ്ങളിലൊക്കെ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. ഞാനിത് വിട്ടുക. ഞാൻ എല്ലാവരോടും പറയും, നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ, നീ അതിനുവേണ്ടി കാത്തിരിക്കണം. അത് നമ്മുടെ ഫെയ്ത്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണല്ലോ ഈ ഫെയ്ത്ത് എന്ന് പറയും. ആ ദൈവവിശ്വാസം ഇന്ന് നമ്മുടെ കുട്ടികളുടെ ഇടയിലും നമ്മുടെ സാധാരണക്കാരുടെ ഇടയിലും ഇല്ല. അതുകൊണ്ടാണ് ഈ സഹിക്കാൻ പറ്റാത്തത്. സഹനത്തെക്കുറിച്ച് അതെ അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു ചോദ്യം ചോദിക്കേണ്ടത് തിരുമേനി. അതായത് ഇപ്പോഴും നമ്മുടെ കുടുംബജീവിതങ്ങളൊക്കെ പഴയ പോലെ ഒരു കെട്ടുറപ്പില്ലാത്തതാണ്. വിവാഹം കഴിച്ച ശേഷം ചിലപ്പോൾ നോക്കി നിൽക്കുമ്പോൾ ഡൈവേഴ്സിന് നോട്ടീസ്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഈ കുടുംബങ്ങളിലൂടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ് തന്നെയും സഹനങ്ങളെ ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനോ അവർക്ക് പറ്റാതെ വരുന്നുണ്ട്. അതിൻ്റെ കാരണം ഇതുമായി ബന്ധപ്പെടുത്തി ഒന്ന് വ്യക്തം. അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, സത്യത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവരാജ്യം ഇവിടെ അവിടെ എന്നാരും പറയുക. പരീശന്മാർ ചോദിച്ചതിന് മറുപടി പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളിലാണ്. അതാണ് ശരി. അതിൻ്റെ മൂലഗ്രന്ഥത്തിൽ പറയുന്നത് ദൈവരാജ്യം നിങ്ങളിലാണ്. ദൈവരാജ്യം നമ്മളിലാണെങ്കിൽ നരകം എവിടെയാണ്? അതും നമ്മളിൽ തന്നെ. നരകത്തെക്കുറിച്ചുള്ള യേശുക്രിസ്തുവിൻ്റെ വ്യാഖ്യാനം പലപ്പോഴും ആരും അങ്ങനെ വ്യാഖ്യാനിച്ച് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ എനിക്ക് കിട്ടിയൊരു ഇൻസൈറ്റാണ്. ധനവാനായ മനുഷ്യൻ നരകത്തിൽ കിടക്കും, ലാസർ അബ്രഹാം സ്വർഗത്തിലിരിക്കും. അപ്പോൾ ധനവാൻ നരകത്തിലിരുന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അബ്രഹാം പിതാവേ, ഒരു തുള്ളി വെള്ളം എനിക്ക് തരും. അപ്പോൾ അത് തന്നെ നരകം എന്താണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതൊരു ദാഹമാണ്. ആ ദാഹത്തിന് കാരണം ഒരു ശൂന്യതയാണ്. ആ ശൂന്യത എന്ന് പറയുന്നത് ഒന്നുമില്ലായ്മയിലാണ് സാത്താൻ വസിക്കുന്നത്. ഉൽപ്പത്തി പറയുന്നുണ്ടല്ലോ, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ച്. തിന്മ എപ്പോഴും ശൂന്യതയിലുണ്ടാകും. അപ്പോൾ പല മനുഷ്യൻ്റെയും ഹൃദയങ്ങളിൽ ശൂന്യതയാണ്. ഈ ശൂന്യത കാരണം വല്ലാത്ത ദാഹമാണ്. ഈ ദാഹം മൂത്ത് പലരും പലതിൻ്റെയും പുറകെ നടക്കും. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചിന്ത എന്താണ്? ഫോട്ടോഷൂട്ട് നടത്തണം. അവരുടെ ഉള്ളിലെ ദാഹം തീർക്കാൻ അതാണ്. പക്ഷെ ദാഹം തീരുമോ? അവരുടെ ദാഹം ഇതെല്ലാം അവർ പറഞ്ഞ പോലെ എല്ലാം ചെയ്തു, എല്ലാം അവർ പ്ലാൻ ചെയ്തു, വലിയ സന്തോഷത്തിലാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞാൽ അവരുടെ ദാഹം തീരുന്നില്ല. അടുത്തത് വരിക. അവസാനം ദാഹിച്ച് ഇവരവസാനം അസംതൃപ്തരായി ഓരോ ദിവസം ചിലത് കൂടുക. അങ്ങനെയുള്ളൊരു ശൂന്യത കൊണ്ടാണ് സത്യത്തിൽ സമ്പന്നരായ മനുഷ്യരെ ആത്മഹത്യ ചെയ്യുന്നത്. പണമില്ലാഞ്ഞിട്ടാണോ? ബന്ധങ്ങളില്ലാഞ്ഞിട്ടാണ്. പക്ഷേ അവർക്കൊരു ഉള്ളിലൊരു
സംതൃപ്തിയൊന്നും കിട്ടുന്നില്ല. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പം എന്തെല്ലാം ഉണ്ടെങ്കിലും എൻ്റെ അപ്പൻ ദൈവമാണ് എന്നുള്ള ചിന്ത അവൻ്റെ ഉള്ളിൽ കത്തി നിൽക്കണം. അത് പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യപ്പെടുമ്പോഴാണ് ഉണ്ടാകുന്നത്. ആ ദൈവരാജ്യ അനുഭവം ഉള്ളിൽ പലർക്കും കുറവാണ്. ആത്മീയതയിൽ ഉണ്ടെന്ന് പറയുന്നവർക്ക് പോലും അവർ പലതിനെയും ആശ്രയിച്ചിരിക്കുന്നു. വസ്തുവിനെയോ എന്തെങ്കിലും ദാനങ്ങളിലാണ് അവർ. ദാതാവിനേക്കാൾ കൂടുതൽ ദാനങ്ങളെയാണ് കേന്ദ്രീകരിച്ച് നമ്മൾ പോകുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചു, എനിക്ക് ഫലം കിട്ടിയ ഫലത്തെയാണ്, തന്നവനെ അല്ല. ഈ നെഗ്ലക്ഷനാണ് നമ്മളിനി ഈ കാലഘട്ടത്തിൽ, ഇത് കരിസ്മാറ്റിസത്തിലും ഇത്തരം അവസ്ഥകളും ആളുകളിൽ വന്നു ചേരുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ഇല്ല, അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നില്ല. പരിശുദ്ധാത്മാവ് ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മളെ വളർത്തി എന്താണ്? നമ്മളിപ്പോൾ ഒരു പരിധി വരെ വളർന്നു, അത്ഭുതങ്ങൾ കണ്ടു, അടയാളങ്ങൾ കണ്ടു. ഇനിയുള്ളത് എന്താണ്? കുരിശുമരണമാണ്. കർത്താവിന്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാന്ന് പറയുന്നത് പുതിയതാണ്. ഇനി ബാക്കി നിൽക്കുന്ന എന്താണ്? നമുക്കിപ്പം കേരളത്തിൽ നടന്ന പോലെ രോഗശാന്തികളോ അത്ഭുതങ്ങളോ അടയാളങ്ങളോ സുവിശേഷമോ വേറെ വഴി നടന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് വിശ്വാസമായി, ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ പ്രവർത്തനത്തിൽ ഞാൻ പങ്കാളിയായി, നമ്മളും ചിലതൊക്കെ ചെയ്തിട്ടുണ്ട് പരസ്യ ശുശ്രൂഷ. ഇനി എന്താണ് വരുന്നത്? അന്യായമായ വിധി സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള മനസ്സ് അതില്ല. അന്യായമായ ഒരു വിധി കുടുംബജീവിതത്തിൽ ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആരെങ്കിലും കുറ്റപ്പെടുത്തി, എന്നാൽ ഞാൻ വീട്ടിൽ പോകും. സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള ആന്തരിക ബലം അവർക്കില്ല. അതിൻ്റെ അർത്ഥം എന്താ? അഗ്നിയില്ല, സ്നേഹത്തിൻ്റെ അഗ്നിജ്വാലയില്ല. ഭർത്താവ് ഇനി ഭാര്യ എന്തെങ്കിലും പറഞ്ഞു, സാരമില്ല, അവൾ മനസ്സിലാക്കിക്കോളും, കാത്തിരിക്കാം, നമ്മൾ വള്ളിയിൽ പോവാം, ചിന്തിക്കും. കുഞ്ഞുങ്ങൾ, അവരുടെ ഉള്ളിൽ ഇപ്പോഴും ശൂന്യതയാണ്. അവർക്ക് അത് എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ട, ദൈവം എനിക്ക് തന്നുള്ളൂ. അല്ല, എനിക്ക് MBBS അഡ്മിഷൻ കിട്ടിയില്ല, വേണ്ടെന്ന്, ദൈവം തരുമെന്ന്, തന്നില്ല, വേണ്ടെന്ന് എനിക്ക് എന്ന് ചിന്തിക്കാനുള്ള ആ ഒരു ആത്മീയതയുടെ പടിയിലേക്ക് അവരെ കൈപിടിച്ച് വളർത്താൻ നമുക്ക് മാതൃക ചെയ്യാൻ പലപ്പോഴും പറ്റാതെ പോകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യം. അതിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ, അത് സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവരും വേദപാഠം പഠിപ്പിക്കുന്നവരും ഒക്കെ അതിലേക്ക് എത്തിക്കാൻ അവരങ്ങനെ ആയിരിക്കണമല്ലോ, അവരെ അങ്ങനെ ആക്കണം, എക്വിപ്ഡ് ആക്കുന്നതിൽ നമുക്ക് കുറച്ച് പരാജയമാണ്. ക്രിസ്തു ജീവിത അനുഭവങ്ങളിലേക്ക് ആ പാതയിലൂടെ കൊണ്ടുപോകുന്നതിൽ നമുക്ക് കുറച്ച്, ലോകം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, അതിനിടയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ, ക്രൈസിസുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഈ മേഖലയിൽ. അപ്പോൾ നമ്മൾ കുറച്ച് വേറെ വഴി മാറി യാത്ര ചെയ്യേണ്ടതുണ്ട്. യേശുവിൻ്റെ വഴിയിലൂടെ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി യാത്ര ചെയ്യേണ്ടതുണ്ട്, തിരിഞ്ഞ് യാത്ര ചെയ്യേണ്ടതുണ്ട്. അവിടെ ഈ കാലഘട്ടത്തിൽ ചില ചേഞ്ചുകൾ സഭയായി, അതുപോലെ ഇടവകകളായി, ആത്മീയ സംഘടനകളായി, പുരോഹിതന്മാരായി, പിതാക്കന്മാരൊക്കെ ഞങ്ങളൊക്കെ തിരുത്തപ്പെടേണ്ട മേഖലകളുണ്ട്. പരിശുദ്ധാത്മാവ് തിരുത്തും, അതൊന്നും തെറ്റല്ല. തിരുത്തപ്പെടേണ്ട, പരിശുദ്ധാത്മാവാകുന്ന ഗുരുവിനാൽ തിരുത്തപ്പെടേണ്ട മേഖലകളാണ്. അതുകൂടെ, അതിനാണ് നമുക്ക് ഇത്രയും വിമർശനങ്ങൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല. പുരോഹിതർക്ക് വലിയ ഭയങ്കര വിമർശനം. ആ വിമർശനം നല്ലതാണ്. വിമർശിക്കപ്പെടുമ്പോഴാണ് അത് നമ്മളെ എന്ത് ചെയ്യണം? അന്യായമായ വിധിയാണ്. അപ്പോൾ വിധിക്കപ്പെടുമ്പോൾ നമ്മൾ നിശബ്ദനായി നിൽക്കുക, കൂടുതൽ മെച്ചപ്പെടും. അവരുടെ ഒരു വിശുദ്ധീകരണത്തിന് അത് കാരണമാണ്. നമ്മൾ ആളുകളിങ്ങനെ നമ്മളെ ചുറ്റുപാട് നിന്ന് ചീത്ത പറയും, വിമർശിച്ചു കൊണ്ടിരിക്കും. നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടാനായിട്ട് ഒരവസരമായിട്ട് മാറും. ഈ വിമർശനത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് ഞാൻ തമിഴ്നാട്ടിൽ എനിക്ക് തോന്നി ഈ രാഷ്ട്രീയ മേഖലയെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ യുവജനങ്ങളൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരാൻ മടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ മുമ്പിൽ ഒരു മാതൃകയായുള്ള ഒരു രാഷ്ട്രീയ നേതാക്കളില്ല. പലരും നമുക്കറിയാം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ കടന്നു പോകുന്നു. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആരും ഇല്ല എന്നൊക്കെ ഒരു തോന്നൽ അവർക്കുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്തു ഒരു നേതാവായിരുന്നു, അനേകരെ മുന്നോട്ട് നയിച്ചവനാണ്. പക്ഷേ അവൻ അവർക്ക് വേണ്ടി ക്രൂശും വഹിച്ചുകൊണ്ട് അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുത്തു. ഇതേപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ രാഷ്ട്രീയ മേഖലകളിൽ ക്രിസ്തുവിനെ പോലെയുള്ള നേതാക്കന്മാർ ജന്മം കൊള്ളേണ്ടതായിട്ട് ഒരു അനിവാര്യത ഇന്ന് ഈ സമൂഹത്തിലില്ലേ? തീർച്ചയായിട്ടും. സത്യത്തിൽ അങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഉണ്ടാകേണ്ടത് സഭയിൽ തന്നെയാണ്. കാരണം ധാർമ്മിക മൂല്യങ്ങൾ ഉള്ള ക്രിസ്തുവിനെ അടുത്തറിയുന്ന ആളുകൾ. എന്നാൽ ഇന്ന് പലപ്പോഴും യുവാക്കന്മാരുടെ ഇടയിൽ സംഭവിക്കുന്ന, അവർ വളരെ ശാന്തമായി സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം പ്രത്യേകിച്ച് നമ്മുടേതൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട അങ്ങനെ വന്ന് പല തട്ടുകളായിട്ടാണ് വരുന്നത്. പലപ്പോഴും ഒരുപക്ഷെ നേതാക്കന്മാർ വളരെ നല്ലവരായിട്ടുള്ള നേതാക്കന്മാർ അന്നുമുണ്ട്, ഇന്നുമുണ്ട്, സത്യസന്ധരായിട്ടുള്ള ഇന്നുമുണ്ട്. ഇതിനിടയിലുള്ള പലപ്പോഴും
തിക്കുമുട്ടൽ എന്ന് പറയുന്നത് ഈ നേതാവാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു, അതിനകത്ത് വയലൻസ് ഉണ്ടാകുന്നു. അപ്പോൾ ചിലപ്പോൾ ശാരീരികവും മാനസികമായി പീഡിപ്പിക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ വരുന്നു, സത്യസന്ധതയ്ക്ക് വിലയില്ലാതെ വരുന്നു. പിന്നെ ഈ സോഷ്യൽ മീഡിയ പോലുള്ളത്തിൽ ആരോപണിതരായിത്തീരുന്നു. അതൊന്നും സഹിക്കാനുള്ള ശേഷി പലർക്കും ഇല്ലാത്തതുകൊണ്ട് അവരങ്ങ് പിന്മാറിപ്പോകുന്നു. ഒരു കാരണം അതാണ്. രണ്ട്, ഒരു രാജ്യത്തെ നയിക്കേണ്ടവരാണ് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്നാണ് രാജ്യം നയിക്കപ്പെടേണ്ട ആൾ. ഏത് സ്ഥാപനം എടുത്താലും ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്താലും ഇപ്പോൾ ഒരു സഭയിലേക്ക് വരിക. ഒരു പുരോഹിതൻ എത്ര നാളത്തെ പരിശീലനം കൊണ്ടാണ് ഒരു പുരോഹിതനായി വരുന്നത്. അതിനുശേഷം എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു ബിഷപ്പാക്കുന്നത്. ഒത്തിരി എക്സ്പീരിയൻസ് പഠിച്ചിട്ടാണ്. അങ്ങനെ ഒരു പരിശീലനം ഒരു രാജ്യം നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പരിശീലനം ശരിക്കും പറഞ്ഞാൽ നടക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. ചില വിദേശ രാജ്യങ്ങളിൽ അങ്ങനെ പരിശീലനമുണ്ട്. പരിശീലനമുണ്ട്. ആ പരിശീലനം ഇപ്പോൾ ഒരു ജഡ്ജി ആകണമെങ്കിൽ പരിശീലനമുണ്ട്, അഡ്വക്കേറ്റ് ആകണമെങ്കിൽ പരിശീലനമുണ്ട്. എല്ലാ മേഖലകളിലും അതിൻ്റേതായ പരിശീലനം ആവശ്യം. പലപ്പോഴും നമ്മുടെ ഇടയിലേക്ക് വരുന്നത് അങ്ങനെ ഒരു പരിശീലനം കിട്ടാത്തവരായതുകൊണ്ട് പരിശീലനമില്ലാത്തവരുടേതായ എല്ലാ വൈകല്യങ്ങളും അവർ കാണിക്കും. ഇത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് അതിൻ്റെ ഒരു മൂല്യം ജനങ്ങൾക്ക് കുറച്ച് കാണേണ്ടി വരുന്നു, അവരെ വില കുറച്ച് കാണേണ്ട അവസ്ഥയിലേക്ക് വരും. അത് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെ മന്ത്രിയാകണമെന്ന് പറഞ്ഞൊന്നും ഇല്ലല്ലോ. സമൂഹത്തിലെ ഉന്നതരായ ആളുകളെ കണ്ടെത്തിയിട്ട് ഇവർ അപ്പോയിന്റ് ചെയ്താൽ മതി ആ മേഖലയിൽ. ഇവർ സമ്മതിക്കത്തില്ല. എനിക്ക് നേടാൻ വേണ്ടിയാണ്, എനിക്കുണ്ട് എന്തെങ്കിലും ആകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും നാളും നിന്നത്, അല്ലാതെ എൻ്റെ രാജ്യം നന്നാകാൻ വേണ്ടിയാണ് എന്ന് പലരും ചിന്തിക്കും. അപ്പം നമ്മളൊക്കെ ആണെങ്കിലും സഭയിൽ പലപ്പോഴും എന്താണ് ഒരു മേഖലയിൽ അച്ഛനെ വെക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്തേക്ക് വെക്കുമ്പോൾ അതിനയാൾ എക്വിപ്റ്റാണോ എന്ന് നോക്കും. അത് ഗ്രാമത്തിലെ ഒരു ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? ഇപ്പം ഞാനിപ്പോൾ ഒരു ശുശ്രൂഷ ആരംഭിച്ചു, അപ്പോൾ തന്നെ സെമിനാരി വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തിട്ട് അതിനു വേണ്ടിയുള്ള കോഴ്സിന് വിടുക. ഇപ്പം ഞാനിപ്പം മെഡിക്കൽ മേഖലയിലൊരു കാര്യം ചെയ്തു. ഞാൻ തന്നെ ഇവിടുന്ന് കന്യാസ്ത്രീമാരെ വിട്ടിരിക്കുകയാണ് ഇപ്പോൾ MBBS പഠിക്കാൻ. പണം മുടക്കി വിട്ട് പരിശീലിപ്പിച്ചിട്ടാണ് നമ്മൾ ആ മേഖല ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ രാഷ്ട്രീയ മേഖലയിൽ നല്ല മൂല്യങ്ങളുള്ളവരെ തിരഞ്ഞെടുത്ത് അവരെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ പഠിപ്പിച്ച് അവരെ ഉന്നതരാക്കി കൊണ്ടുവന്ന് അവർക്ക് അതിനുള്ള പരിശീലനം കൊടുത്ത് ശക്തമായി കൊണ്ടുവരേണ്ടത് രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്ക് ആവശ്യം. അതോടൊപ്പം തന്നെ നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് അവസാനത്തെ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സുറിയാനി സഭയിൽ നസ്രാണികളുടെ ഇടയിൽ എല്ലാവരും ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് ദൈവജനം ദൈവത്തെ ആരാധിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ഇടയിൽ. ഇന്നത്തെ പല തലമുറയ്ക്ക് അത് അറിയത്തില്ല. അതിനുശേഷം ഉണ്ടായൊരു പിളർപ്പുകൾ, അതിൻ്റെ വേദനകൾ, അതിൻ്റെ നൊമ്പരങ്ങൾ, അതൊക്കെ ഇങ്ങനെ തലമുറകളായിട്ട് വന്നവരാണ്. ഇന്ന് നമ്മൾ പല സഭകളായിട്ട് മാറിപ്പോയിരിക്കും. വീണ്ടും അതിൻ്റെ ഒരു തിരിച്ചുവരവ്, എല്ലാവരും ഒന്നാകണമെന്നുള്ള ഒരു സഭയിലെ നേതൃത്വ നിരയിൽ തന്നെ വലിയൊരു ദാഹം തുടങ്ങി. അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളും സമ്മേളനങ്ങളൊക്കെ തുടങ്ങി. അത് ഈ നമ്മൾ വലിയ ആഴ്ചയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ വലിയൊരു സഹനത്തിലൂടെ, നൊമ്പരത്തിലൂടെ, എതിർപ്പിലൂടെ ഒക്കെ കടന്നു പോയതാണ്. അത് ഇങ്ങനെ ഒരു ഒന്നാകണമെന്ന് ഇപ്പോൾ സഭാ നേതൃത്വത്തിലുള്ള മുതിർന്ന തിരുമേനിമാർ വരെ പരസ്യമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഞാനും പിതാവും ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നായിരിക്കുവാൻ എന്നൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ ഒരു വലിയൊരു ദാഹം സഭയുടെ ഇടയിലും ഞങ്ങൾ ഒന്നായിരിക്കണമെന്ന് രാഷ്ട്രീയ മേഖലയിലും സാമൂഹിക മേഖലയിലും ആത്മീയ മേഖലയിലും അതൊരു ശക്തിയാണെന്നുള്ള തിരിച്ചറിവ് വന്നു തുടങ്ങുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ശരിയായ ദിശയിലേക്കുള്ള ഒരു കാഴ്ചപ്പാടാണോ തിരുമേനിയുടെ ഒരു മനോഭാവത്തിൽ? തീർച്ചയായിട്ടും ഒന്നായി തീരുക എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഒന്നായിരുന്ന ഒരു സുറിയാനി പാരമ്പര്യമുള്ള ഒരു സമൂഹം പല കാലഘട്ടങ്ങൾ പല കാരണങ്ങളാൽ വിഭജിക്കപ്പെട്ടു. ചില സമയങ്ങളിൽ വിഭജനങ്ങൾ പോലും നന്മയായിട്ട് മാറാറുണ്ട്. ഉദാഹരണത്തിന് സ്തേഫാനോസ് മരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ ചിത്രിക്കപ്പെട്ടു. സത്യത്തിൽ അതായിരുന്നു സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി. അപ്പോൾ വിഭജനങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യാനും വളർച്ചയ്ക്ക് തന്നെ കാരണമായി മാറാറുണ്ട്. പക്ഷേ വിഭജന സമയങ്ങളിൽ നമ്മൾ എടുക്കുന്ന ആറ്റിറ്റ്യൂഡ്, പിരിഞ്ഞു പോകുന്നവനോട് അബ്രഹാം ലോത്തിനോട് പറഞ്ഞ മനോഭാവമുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടമാണ്. നീ വലത്തോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോകും, നീ ഇടത്തോട്ട് പോകണം. കാരണം എന്താണ്? ദൈവനാമോഹത്തിനല്ലേ. ആ ആറ്റിറ്റ്യൂഡ് നമുക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഉണ്ടായ മുറിവുകളാണ് കൂടുതലും ഉണ്ടായിട്ട്. ഇതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനമാണ് ഒന്നായി തീരുക എന്നുള്ളത്.
ഒന്നാകാനുള്ള തടസ്സമായിട്ട് വരുന്നത് എന്താണ്? എപ്പോഴും നമുക്കൊരു ഭയമാണ്. രണ്ട് പേര് തമ്മിൽ നിൽക്കുമ്പോൾ ഒരു ഭയമാണ് അവരെ അടുപ്പിക്കാനായിട്ട് എപ്പോഴും തടസ്സമായിട്ട് മാറുന്നത്. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ കൂടുതൽ പ്രചോദിപ്പിക്കുമ്പോൾ ഇതിനൊക്കെ ഉപരിയായി അടുക്കാനും വൈവിധ്യങ്ങളുടെ മധ്യത്തിൽ ഒന്നായി കാണാനും, ആരാധനയിൽ വൈവിധ്യങ്ങളുണ്ട്. ആരാധനയുടെ വൈവിധ്യം നിലനിൽക്കുമ്പോൾ തന്നെ ആരാധനയിൽ ഐക്യമുണ്ട്. എല്ലാവരുടെയും ഒരു പ്രയറിൻ്റെ ഇതെടുത്ത് നോക്കിയാൽ പോലും എന്താണ് അതിനകത്തൊരു ഐക്യം കാണാൻ പറ്റും. അപ്പം ഐക്യപ്പെടാവുന്ന മേഖലകളിലെല്ലാം മിഷൻ എല്ലാവരുടെയും ഒന്ന് തന്നെയാണ്, ലക്ഷ്യം എല്ലാവരുടെയും ഒന്ന് തന്നെയാണ്. എല്ലാവരും ക്രിസ്തുവിലൂടെയാണ് പിതാവിനെ ആരാധിക്കുന്നത്, അപ്പോൾ അതും തൃത്വത്തെ ആരാധിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്നാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ സ്നേഹത്തിലൊന്നായി തീരും, സ്നേഹത്തിൽ കൂട്ടായ്മ എല്ലാം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ, സ്നേഹത്തിലൊന്നായി. പക്ഷേ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ആ ലക്ഷ്യത്തിൽ നിന്ന് മാറി നമ്മളപ്പോൾ പാരമ്പര്യത്തിലേക്ക് പോകുമ്പോൾ ലക്ഷ്യങ്ങളെയൊക്കെ ക്രിസ്തുവിനേക്കാൾ അപ്പുറത്തേക്ക് പാരമ്പര്യങ്ങൾ പോകാൻ സമ്മതിക്കരുത്, ഇടയാകരുത്. അറിയാതെ അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ഓരോ മേഖലയെടുത്ത് ഞാനിങ്ങനെ ആത്മശോധന ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കരിസ്മാറ്റിക് ധ്യാനം നടത്തുന്ന ഒരു അച്ഛനായിരുന്നു. ഇപ്പോൾ കരിസ്മാറ്റിക് ധ്യാനം നടക്കുമ്പോൾ രോഗശാന്തികൾ നടക്കും, പൈശാചിക ബന്ധന വിമോചനം ഉണ്ടാകും, മാനസാന്തരങ്ങളുണ്ടാകും. സ്വാഭാവികമായിട്ടും ധ്യാനം നടത്തിയ അച്ഛനോട് എല്ലാവർക്കും വലിയ ആദരവാണ്. അങ്ങനെയൊക്കെ ഉണ്ടായ അച്ഛനോട് വലിയ ആദരവാണ്. എന്നാൽ റിയലി ഇത് നടത്തിയതാരാ? പരിശുദ്ധാത്മാവ്. അത്ര ആദരവ് പരിശുദ്ധാത്മാവിനോടുണ്ടോ എന്ന് സംശയം തോന്നുന്നു. രണ്ടുപേര് വരികയാണ്, രണ്ടുപേര് പള്ളിയിലേക്ക് കയറി വരികയാണ്. ഒന്ന് അച്ഛനും ഒന്ന് പരിശുദ്ധാത്മാവ്. രണ്ടുപേരും ഒന്നിച്ച് വന്ന കാര്യം നടക്കത്തുള്ളൂ. എല്ലാവരും അച്ഛന് പ്രാധാന്യം കൊടുക്കും. പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അതിനെത്ര. അപ്പം നമ്മൾ അറിയാതെ അപ്പോഴും നമ്മളാണത് കറക്റ്റ് ചെയ്യേണ്ടത്. ഞാനല്ലായിരുന്നു, ക്രിസ്തുവാണ്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിന് ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നു? ഞങ്ങളെന്തോ ചെയ്താലെന്ന പോലെ നിങ്ങൾ തുറച്ചു നോക്കുന്ന എന്തിനാണ്? നസറേയനായ യേശുവാണ് അവനെ സൗഖ്യം കൊടുത്തത് എന്ന് പറയുന്ന ആ തുറവി, അത് സഭകൾക്കിടയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് കൂടുതൽ ഒന്നാം സ്ഥാനം കൊടുക്കണം. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. അപ്പോൾ നമ്മൾ എല്ലാവരും ഈക്വലാകുമല്ലോ. ഇത് മറ്റേത് ആര് വലുത് എന്നുള്ളൊരു പ്രശ്നം വരുന്നത് ക്രിസ്തുവോടെ വരാതിരിക്കുമ്പോഴാണല്ലോ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അപ്പം അങ്ങനെ ക്രിസ്തുവിനെ ഹൈലൈറ്റ് ചെയ്യുക, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ സാധിക്കുമ്പോൾ ഐക്യത്തിനുള്ള കാഹളം ധ്വനി മുഴങ്ങും. അത് സ്നേഹത്തിൽ ഉള്ള ഐക്യമായി മാറും. ആരാധന, ഒരാളുടെ ആരാധന മറ്റൊരാൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. സന്തോഷത്തോടെ അത് ക്രിസ്തുവിന് കൊടുക്കുന്ന ആരാധനയാണല്ലോ എന്നോർത്ത് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകും. പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഉയർത്തെഴുന്നേറ്റ് പോയ ക്രിസ്തു തിരിച്ചു വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ എൻ്റെ വിശ്വാസം വ്യർത്ഥമാണ്. അപ്പോൾ ഈ കാലഘട്ടം നമ്മളിപ്പോഴൊരു സഹനത്തിലൂടെയൊക്കെ അതിൻ്റെ കുറിച്ച് ധ്യാനിക്കുകയും ഇത് കടന്നു പോകുമ്പോൾ ഇതെല്ലാം കടന്നു പോകുന്ന ഓരോ മനുഷ്യരുണ്ട്. കടപ്പുരോഗം ആയിക്കോട്ടെ, രാഷ്ട്രീയ മേഖലയിൽ, അതുപോലെ തന്നെ പൗരോഹിത്യ മേഖലയിലൊക്കെ നൊമ്പരങ്ങൾ അനുഭവിക്കുന്ന, തിരസ്കരിക്കപ്പെടുന്ന, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും വേദനകൾ കടന്നു പോകുന്നവർക്ക് ഈ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിൻ്റെ ഈ ഈസ്റ്ററിൻ്റെ ഒരു പ്രത്യാശ എന്തുമാത്രം അവരുടെ ജീവിതത്തിൽ വേണമെന്ന് ഒന്ന് വെച്ച് അങ്ങയുടെ ഒരു കാഴ്ചപ്പാടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകം എന്ത് പറയുന്നു എന്നുള്ളതല്ല, സഭ എന്ത് വിശ്വസിക്കുന്നു. സഭയുടെ ഭാഗമാണ് നമ്മൾ. സഭയാൽ മാമോദീസ മുങ്ങി ശരീരത്തോട് ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേർക്കപ്പെട്ടവരാണ്. നമ്മൾ വിശ്വസിക്കുന്നതാണ് യേശു ക്രിസ്തു രണ്ടാമത് വീണ്ടും വരും. ലോകത്തെ വിധിക്കുമ്പോൾ നമുക്കൊരു സമ്മാനം കിട്ടും. നമുക്ക് നമ്മൾ ചെയ്ത പ്രവൃത്തിക്കനുസരിച്ചുള്ള പ്രതിഫലം കിട്ടും, നീതി കിട്ടും എന്ന വിശ്വാസത്തിൽ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് വരാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവിതത്തിനായിട്ട് ഞങ്ങൾ നോക്കി പാർത്തിരിക്കുന്നവരാണ്. അപ്പോൾ ഈ പ്രത്യാശ നമ്മൾ കൈവിടിയാൻ പാടില്ല. ഇപ്പോൾ 2000 വർഷം പിന്നിട്ടപ്പോൾ ഇനിയിപ്പോൾ കർത്താവ് വരുമോ? പലർക്കൊരു സംശയം. ഇനി അതോ ഇങ്ങനെയൊക്കെ അങ്ങ് പോകത്തേ ഉള്ളൂ? ഇങ്ങനെ നമ്മുടെ വിശ്വാസത്തിൻ്റെ മേഖലയിൽ കലർപ്പ് കിടക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം പലപ്പോഴും തോന്നാറുണ്ട്. അതിൽ ഉറച്ച വിശ്വാസം നമുക്കുണ്ട്. യേശു ക്രിസ്തു വീണ്ടും വരും. അപ്പോൾ ആ പ്രത്യാശ എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലും തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഇനി രോഗിയായി കിടന്നു എൻ്റെ സഹനത്തിന് വിലയുണ്ട്. നമ്മൾ വിശുദ്ധന്മാരായിട്ടുള്ള എത്രയോ പേരുടെ ചരിത്രം എടുത്തു നോക്കി. അപ്പോൾ നമ്മളൊരു അൽഫോൻസാണ് വിശുദ്ധയായി.
മദർ തെരേസ വിശുദ്ധി. അപ്പോൾ വിശുദ്ധരെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന എന്താണ്? അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ പാപമൊന്നും ചെയ്യാതൊക്കെ ജീവിച്ചു, നല്ല സൽപ്രവർത്തികൾ ചെയ്തു. അപ്പോൾ ആളുകൾ അവരെ അന്നത്തെ കാലത്ത് വിശുദ്ധരെന്നാലും ബഹുമാനിച്ചിരുന്നു. നമ്മൾ എന്നൊക്കെ ചെയ്തിട്ടും ആരും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. ഇതാണ് പലരുടെ ആഗ്രഹം. സത്യത്തിൽ ഓരോ വിശുദ്ധൻ്റെ ജീവിതത്തിൽ അവർ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഈ വിശുദ്ധിയുടെ പദത്തിനൊത്ത ഒരു സന്തോഷം അനുഭവിക്കാനൊക്കെ സാധിച്ചു. അവർക്ക് ആകെപ്പാടെ സന്തോഷിക്കാൻ പറ്റിയത് ക്രൂശിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് ക്രൂശിൽ എൻ്റെ ദൈവം ഉണ്ടല്ലോ എന്നുള്ള ആ ബന്ധമാണ് അവരെ വിശുദ്ധരാക്കിയത്. അല്ലാതെ ഒരിക്കലും അവർക്കൊരു സമാധാനമോ സന്തോഷമോ ലോകം കൊടുത്തിട്ടില്ല. ഞാൻ ഓരോരുത്തരുടെ അടുത്ത് നോക്കി, ഒരാൾക്ക് പോലും മദർ തെരേസ എടുത്ത് നോക്കി വിമർശനങ്ങളുടെ വലിയൊരു കുത്തൊഴുക്ക് ആന്തരികമായി കിട്ടിക്കൊണ്ട്. പക്ഷെ പുറത്ത് മദർ തെരേസയെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് ആദരിക്കുന്ന വലിയൊരു സമൂഹം ഉണ്ടായിരുന്നു. പക്ഷെ ആള് എവിടെ എത്തിയിട്ടില്ല. അപ്പോൾ എനിക്ക് മദർ തെരേസയോട് വലിയ ബഹുമാനമാണ്. ഞാൻ മദർ തെരേസ കണ്ടിട്ടില്ല. അപ്പോൾ കണ്ടിരുന്നേ പറയായിരുന്നു, ഞാൻ മദറിനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോഴെങ്കിലും ഒരു ആശ്വാസം കിട്ടിയത്. ഇതങ്ങനത്തെ ആള്. ഇപ്പം ഞാനിപ്പോൾ സുവിശേഷമായിട്ട് നടക്കുന്നു. സുവിശേഷം കേൾക്കുന്നവർ ചിലപ്പോൾ ശാലോമ് കേട്ടവരുണ്ട്, അങ്ങനെ പലരും കേൾക്കുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്ന വലിയ കാര്യമായിട്ട് സ്നേഹിക്കുന്നവരുമുണ്ട്. അവരാരും എൻ്റെ അടുത്ത് വരാറുമില്ല, ഞാനവരെ കാണാറുമില്ല. ഞാൻ അനുഭവിക്കുന്നത് ഓരോ ദിവസവും നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ ക്രൂശ കിടക്കുക. ഓരോ പ്രതിസന്ധികളുമായിട്ട് ഓരോന്നും തരണം ചെയ്യുമ്പോൾ എടുക്കേണ്ട തീരുമാനത്തിൽ വരുന്ന പാളിച്ചകൾ, അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ, പരാജയങ്ങൾ, പൈശാചിക പീഡകൾ, തടസ്സങ്ങൾ, നമ്മളുടെ ഗോൾ അതിലെത്തിച്ചേരാൻ നമ്മുടെ ആയുസ് കൊണ്ട് സാധിക്കുമോ? ഈ ഗോൾ എത്തിച്ചേരുന്നതിന് മുമ്പ് നമ്മൾ അവിടെ കൊണ്ട് നമ്മുടെ ആയുസിൻ്റെ ദിവസം എത്രയാണെന്ന് അറിയത്തില്ല, അവിടെ കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വരുമോ? എന്തെല്ലാം സംഘർഷങ്ങളാണ്. ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം എടുത്തു നോക്കി. എത്ര മനോഹരമായ ജീവിതമായിരുന്നു പുറത്തുനിന്ന് വായിക്കുമ്പോൾ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആന്തരികതയിൽ ഭയങ്കര സംഘർഷം. അപ്പോൾ ഒരു വിശ്വാസി നിരാശപ്പെടേണ്ടതില്ലേ? ഒരു ബെഡ്രിഡനായിട്ട് രോഗി കിടക്കുകയാണെങ്കിൽ ആ കിടപ്പിൽ അവന് വിശുദ്ധനാകാൻ പറ്റും. ആ കിടപ്പ് മതി അവനെ വിശുദ്ധനാക്കാൻ. ഒരിക്കലും ഒരു അമ്മച്ചി ജീവിച്ച് മരിച്ചു. അപ്പോൾ ഈ പിള്ളേരെല്ലാം കൂടെ അമ്മച്ചിയുടെ ഡ്രസ്സെല്ലാം കൂടെ അടുക്കി വെച്ചു. അമ്മച്ചി ഒരു സാധാരണ അമ്മച്ചി, കല്യാണമൊക്കെ കഴിച്ച് മക്കളൊക്കെ ആയിട്ട് ജീവിച്ച് പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, അങ്ങനെ ജീവിച്ചിരുന്നു. അപ്പോൾ ഒരു ദിവസം ഈ ചട്ടയും മുണ്ടും എല്ലാം കൂടെ എടുത്ത് നോക്കുന്നു. ചട്ടയിലും മുണ്ടയിലും മുഴുവൻ കുരിശാണ്. ഇവർക്ക് ആകെപ്പാടെ ഇതായി. അപ്പോൾ ഇവരെന്നെ വിളിച്ചു, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ ഫോട്ടോയൊക്കെ ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു. റിയലി ശരിയാണ്, ഡ്രസ്സിലെല്ലാം കുരിശ്. ഒരു ചോദിച്ചു, ഇതെന്താണ്? ഞാനതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തായാലും സൂക്ഷിച്ചു വെച്ചതല്ലേ, സൂക്ഷിച്ചു തന്നെ ഇരിക്കട്ടെ, വേറെ മറുപടി ഒന്നും. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ അമ്മച്ചെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി. ജീവിതത്തിലെ സഹനങ്ങളുടെ മധ്യത്തിൽ പ്രാർത്ഥനയോടെ ക്രിസ്തുവിനെ പുൽകിയ ജീവിതത്തിൻ്റെ ഒരടയാളം മാത്രമാണിത്. സ്വർഗത്തിൽ ആ അമ്മയുണ്ടെന്നുള്ളതിൻ്റെ ഒരു ചെറിയ അടയാളം ഇവിടെ അടയാളമാണ്, ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. അപ്പം ഇങ്ങനെ എല്ലാവർക്കും ക്രിസ്തുവിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തി, ക്രിസ്തുവിൽ വിളിക്കപ്പെടാത്തവർ പോലും എന്താണ് ആ ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നവരുണ്ട്. അവർക്കും പ്രതിഫലമുണ്ട്. പക്ഷേ ക്രിസ്തുവിൽ വിളിക്കപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം 100% ഉറപ്പാണ്. കാരണം വാഗ്ദാനമാണല്ലോ. വിശ്വാസത്തിൽ നമുക്ക് കിട്ടുന്ന വാഗ്ദാനമാണ്, നിനക്ക് നിത്യജീവൻ ഞാൻ തന്നിരിക്കുന്നു. അപ്പം ഒരു വിശുദ്ധനായി തീരാൻ ബെഡ്രിഡനായിക്കൊള്ളട്ടെ, അതുപോലെ ചിലപ്പം കുടുംബജീവിതത്തിൽ കഠിനമായ ത്യാഗം സഹിച്ച് മക്കളെ വളർത്തുന്നവരായിക്കൊള്ളട്ടെ, 100% അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു വിശുദ്ധനാകാൻ സാധിക്കും. നമ്മളീ പറയുന്ന പോലെ എഴുതി വെച്ച് ചിലപ്പം ജീവിക്കുന്ന കാലത്ത് ഒരു വിശുദ്ധനും അങ്ങനെ ആയിട്ടില്ല. അതുകൊണ്ട് അവർക്കും ലോകത്തിൽ അങ്ങനെ ഒരു അംഗീകാരമൊന്നും കിട്ടത്തില്ല. മരിച്ച് കർത്താവിന് രണ്ടാമത്തെ വരവ് അവർ മുഖപ്രസന്നതയോടുകൂടി നിൽക്കുമ്പോൾ എല്ലാ വിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അവർ വിശുദ്ധൻ എന്ന് പറഞ്ഞൊരു ഗണമില്ല. എല്ലാവരും ആ വിളി സ്വീകരിച്ചു. അതാണ് എനിക്ക് പറയുന്നത്. നമ്മൾ ഇത്രയും സമയം ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ നമ്മൾ തിരുമേനിയോടൊത്ത് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. എത്ര മനോഹരമായിട്ടാണ് തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ തിരുമേനി നമ്മളോടത് പങ്കുവെച്ചത്. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു ഉയർപ്പുണ്ട് എന്നും, ഒരു ദുഃഖവെള്ളിക്ക് ശേഷം ഒരു ഈസ്റ്റർ ഉണ്ട് എന്നും നമുക്കത്
വലിയൊരു കരിയിരുമ്പ് പോലെ നമ്മുടെ ഹൃദയത്തിൽ അത് സ്ഥാപിക്കാം, നമുക്ക് വിശ്വസിക്കാം. ഇത്രയും നിമിഷം നമ്മുടെ ഒപ്പമായിരുന്ന തിരുമേനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുമേനിയുടെ ശുശ്രൂഷകൾ ഔദ്യോഗിക ജീവിതത്തിൽ ഒത്തിരിയേറെ വെല്ലുവിളി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ വളരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടി തിരുമേനി മുന്നോട്ട് പോകുവാനും സഭയിലൂടെ ക്രിസ്തുവിലേക്ക് എല്ലാവരെയും ഉയർത്തുവാനും തിരുമേനിക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരുടെയും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.